ഫ്യൂച്ചർ എല്ലാം ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാരായിരിക്കും ഭരിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഏറ്റെടുത്തു. ഇതാണ് നെക്സ്റ്റ് റൂൾ ചെയ്യാൻ വേണ്ടി പോകുന്ന, വേൾഡ് റൂൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടെക്നോളജി, ദാറ്റ് ഈസ് ബ്ലോക്ക് ചെയിൻ ആണ്. +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ അല്ലെങ്കിൽ സിസ്റ്റം തന്നെ കാണുന്നത്. ഇപ്പത്തെ പോലെ അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പേരൻസ്. അതെ, ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് വരെ പല കാര്യങ്ങളും പല അപ്ഡേഷൻസും അറിയാം. ഷഫാഫിന്റെ കേസിൽ എങ്ങനെ ഈ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇതാണ് ഒരു ഇൻഡസ്ട്രി, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഫൗണ്ട് ഔട്ട് ചെയ്തത്? എങ്ങനെയാ ആക്ച്വലി ഇത് കോയിൻസിഡൻസ് ആയിട്ട് ആക്സിഡന്റലി വന്നൊരു സംഭവമാണ്. ഇത് വലിയൊരു സംഭവം ആവണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലൊരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രീനെ റൂൾ ചെയ്യുന്ന രീതിയിൽ, അതായത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ കൊച്ചുമക്കളായിരിക്കും സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാ ഈ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് എവിടെയും പോയി പഠിച്ചിട്ടാണോ? ആരെയും ക്ലാസ് എടുത്തിട്ടാണോ? നമ്മൾ അതുകൊണ്ട് റിവൈൻഡ് ചെയ്യും, അവർക്ക് റിലേറ്റ് ആവും. ഓക്കെ, ഇത് അങ്ങനെയാണ്. എന്നാൽ ബട്ട് നെക്സ്റ്റ് വൺ, അടുത്തത് എന്തായിരിക്കും? 2026 മുതൽ നമ്മൾ എങ്ങനെയായിരിക്കും? അതാണ് അവിടെയാണ് റൂൾ ചെയ്യുന്നതാണ് ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രി. ഇതുവരെ അവർ അക്സെപ്റ്റ് ചെയ്തു, എന്നാൽ ഇതും അക്സെപ്റ്റ് ചെയ്യണം. ടെക്നോളജി, കാരണം ടെക്നോളജി അങ്ങനെയാണല്ലോ മൂവ് ചെയ്യണത്. ഐഡിയ ആണോ വേണ്ടത്, അതോ ആ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുകയാണോ വേണ്ടത്? എന്താണ് ആക്ച്വലി? ഇത് രണ്ട് ഒരു കാര്യങ്ങളാണ്. ഐഡിയ എന്ന് പറയുന്ന സാധനം ഉണ്ടായതുകൊണ്ട് വീട്ടിൽ കടന്നുറങ്ങിക്കൊണ്ട് കാര്യമില്ല. എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാലിബറും അതിനുള്ള ഒരു കോൺഫിഡൻസും വേണം. പൈസ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലേ? ലോകത്തെ 99.9% കാര്യങ്ങൾ ചെയ്യാനും പൈസ വേണം. പൈസ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഈ സമൂഹത്തിലുണ്ട്. പൈസ എന്നുള്ളതിലല്ല, പക്ഷെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ സീൻസ്. സോ ഇന്ന് ഒരു ടെക് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടെക്നോപ്രണറെ കൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നിൽ ഇന്ന് ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചർ എല്ലാം ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാരായിരിക്കും ഭരിക്കാൻ പോകുന്നത്. ടെക്നോളജി ആണല്ലോ അല്ലേ നമ്മളെയൊക്കെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ടെക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ടെക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വ്യക്തിയെയാണ് എൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടിരുത്തിയിരിക്കുന്നത്. സോ വെരി യങ് ആൻഡ് വൈബ്രന്റ് ഷഫാഫ് ഷംസുദ്ദീൻ, നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പൊ ഇനി 2026 തൊട്ട് ഇനി എങ്ങനെ എന്താ പറയാ എക്സെട്ര ഞാൻ ഇടുകയാണ്. കാരണം ഇനി നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഭരിക്കുന്നത്, നിങ്ങളാണ് ഇനി ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ ചെറിയ ഒരു രീതിയിൽ റൂമർ അല്ല ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ആക്ച്വലി എനിക്ക് ഇപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് ടെക്നോളജി എന്താണ് അല്ലെങ്കിൽ അപ്ഡേഷൻ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഫോൺ തൊടിപ്പിക്കത്തില്ല. ആ ഒരു കാര്യം +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോൺ അല്ലെങ്കിൽ സിസ്റ്റം തന്നെ കാണുന്നത്. ഇപ്പത്തെ പോലെ അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പേരൻസ്. അതെ, ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് വരെ പല കാര്യങ്ങളും പല അപ്ഡേഷൻസും അറിയാം. അപ്പം ഷഫാഫ്, ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഇപ്പം ടെക്നോളജി എല്ലാവർക്കും പല രീതിയിലായിരിക്കും അറിയുക അല്ലേ? ഇപ്പൊ ഷഫാഫിനെ കുറിച്ച് കുറേ വലിയ കാര്യങ്ങളും അല്ലെങ്കിൽ ലൈക്ക് ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ കുറേ ബിഗ് കാര്യങ്ങൾ പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട്. പക്ഷെ ആക്ച്വലി ആരാണ് ഷഫാഫ് എന്ന് ഒരു സിമ്പിൾ വേർഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ അല്ല, എങ്ങനെയായിരിക്കും? ഇപ്പൊ ടെക്നോളജിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു അമ്മ ചോദിക്കണം എന്താ മോനെ ചെയ്യുന്നത്, അപ്പൊ അമ്മ ഇപ്പൊ അവിടുത്തെ ആന്റിയോടും അങ്കിളിനോടൊന്നും നമ്മൾ എന്താ ടെക് എന്തൂസിയാസ്റ്റ് ആണ്, ടെക്നോപ്രണർ ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ഡൈജസ്റ്റ് ആവില്ല. അപ്പം ഒന്നും അറിയില്ലാത്ത ഒരാളുടെ മുന്നിൽ ഹൗ ഡു യു ഇൻട്രൊഡ്യൂസ്? സോ ടെക്നോപ്രണർ എന്ന രീതിയിൽ നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു ഇൻഡസ്ട്രി, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി വേൾഡ് റൂൾ ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്തൊരു ടെക്നോളജിയാണ്. നമ്മൾ മുമ്പ് കാലങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് പണ്ട് നമ്മളെ ക്യാഷ്, ഫിസിക്കൽ മണി, പേപ്പർ കറൻസി എന്ന് പറയുന്ന സാധനം നമ്മൾ മണ്ണിന്റെ അടിയിലും ബെഡിന്റെ അടിയിലൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് എന്തായത്, ബാങ്കുകളിലേക്ക് നമ്മളത് കണ്ടു. ആ ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്തു, പിന്നെ അത് ഡിജിറ്റലായിട്ട് മാറി. ലൈക്ക് ഗൂഗിൾ പേ, ഫോൺ പേ പറയുന്നത് പോലെ നമ്മൾ കണ്ടു. അതിന്റെ ആ ഒരു അപ്ഡേറ്റ് വേർഷനിലെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ആളുകൾക്ക് ഡൈജസ്റ്റ് ആവില്ല ഇതിനെന്ത് തേങ്ങ പറയുന്ന നോക്കും. പക്ഷെ അതാണ് ഇപ്പോൾ ഞാനൊരു 10 വർഷം മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ അതിസുലഭമായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, നമ്മൾ വീഡിയോ കോൺഫറൻസുകൾ, സൂമുകൾ, ഇതിനെപ്പറ്റി നമ്മൾ 10 വർഷം മുമ്പ് പറയുമ്പോൾ ആളുകൾ എന്താ പറയുക, എനിക്ക് ഭ്രാന്താന്നേ പറയുള്ളൂ. അതേപോലെ ഇനി വരാൻ അടുത്ത 10 വർഷങ്ങൾ എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു, ഇവിടുത്തെ എല്ലാവിധ ആളുകളും 80% കമ്മ്യൂണിറ്റികളും
ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ നമ്മൾ നോട്ട് ഓൺലി ക്യാഷ് ട്രാൻസ്ഫർ, അതെ. നമ്മൾ ഇന്നിപ്പോൾ നമ്മളൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ, നമ്മൾ ഡാറ്റ, നമ്മൾ തമ്മിലിരിക്കുന്ന എന്ത് കരാറും ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വരുന്നത് എന്താണ്, ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ്. ഇത് ഭാവിയിൽ നശിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഇത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അതൊരിക്കലും എന്താണ് നശിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാനോ അത് എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. അത് വൺസ് ഒരു കോൺട്രാക്ട് ആണ്. സോ അതേപോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലേക്കും എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനെന്ന വ്യക്തിയല്ല ഇവിടെ സംഭവം, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇവിടെ റൂൾ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ. ഈ ഷഫാഫ് എങ്ങനെ ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ള ഇപ്പം നമുക്കൊക്കെ ഇപ്പം ഈ കുറച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 year 4 year ബാക്കാണ് ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു ഞാൻ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഏർണിങ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കും ഈ 8ാം ക്ലാസ്സിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇൻകം ഉണ്ട്, അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് എനിക്ക് എപ്പോഴും അത്ഭുതകരമായിരുന്നു. ഇവരെങ്ങനെ ആ ഒരു സ്റ്റാൻഡേർഡിൽ എങ്ങനെ ഇത് ഓപ്പർച്യൂണിറ്റി എടുത്തത്. അതുപോലെ തന്നെ ഷഫാഫിൻ്റെ കേസിൽ എങ്ങനെ ഈ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇതാണ് ഒരു ഇൻഡസ്ട്രി, എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഫൗണ്ട് ഔട്ട് ചെയ്തത്, എങ്ങനെയാണ് ആക്ച്വലി? ഇത് കോയിൻസിഡൻസ് ആയിട്ട് ആക്സിഡന്റലി വന്നൊരു സംഭവമാണ്. ഇത് വലിയൊരു സംഭവം ആവണമെന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രീനെ റൂൾ ചെയ്യുന്ന രീതിയിൽ, അതായത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞതല്ല, ആക്സിഡന്റലി കോയിൻസിഡൻസ്ലി ഒരുപാട് ആളുകളെ കാണുന്നതിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൗതുകമുള്ള ഒരു സംഭവമാണ് സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടുക എന്നുള്ളതും സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഒരു സംസാരമായിട്ട് അവരുമായിട്ടൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, അതൊരു ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു സിംറ്റം, ഒരു പോയിന്റ് നിന്നാണ് ഞാൻ എന്ത് ചെയ്യണത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ അപ്പോൾ എനിക്കത് ക്യൂരിയോസിറ്റി ആയി, ഒരു സംഭവം എന്താണ് പഠിക്കുന്നത്. കാര്യം ഞാൻ ചോദിക്കുന്ന ആൾക്ക് ആർക്കും ഇത് അറിയില്ല. നാളുകളിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു ആൻസർ പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനെപ്പറ്റി ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു മച്ച് മോർ ബെറ്റർ ആയിരിക്കും കേൾക്കുന്ന ലിസണർക്ക് എന്ന് പറയാം. അപ്പൊ അതിൽ നിന്നാണ് എന്റെ പോയിന്റ് സ്ട്രൈക്ക് ചെയ്യണത്. അപ്പോഴാണ് ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി പറയാൻ ആളുകളുണ്ട്, പക്ഷെ ക്രിപ്റ്റോ കറൻസി നിൽക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നമ്മളൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ ഒരുപാട് സഫർ ചെയ്തൊരു മേഖലയായിരുന്നു. സോ ഇപ്പം ഫൈൻ, ഏതൊരു ബിഗിനർക്കും നമുക്ക് ഈസി ആയിട്ട് സ്പൂൺ ഫീഡിങ് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഇനി ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക് അഡ്വൈസേഴ്സിന് ഇപ്പം ഇനിയുള്ള ആൾക്കാർക്ക് ഇപ്പം ഷഫാഫിനെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇപ്പം ബിഗിനിങ് സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്ലോക്ക് ചെയിൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും തന്നെ അറിയില്ല. അപ്പം ആ സ്റ്റെപ്പുകൾ എങ്ങനെയായിരുന്നു, സ്ട്രഗ്ലിംഗ് പീരിയഡ് ഒന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? പ്രസന്റ് 2026 ഈ ഒരു ഇൻഡസ്ട്രിയും ഈ ഒരു മേഖലകൾ ഈ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയുന്ന ആളുകളും വേൾഡിൽ തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷന് 3% ഉള്ളൂ. അപ്പോൾ ആ 3% ആളുകളെന്ന് പറയുന്നത് ആളുകളെല്ലാം, ഇപ്പം ഞാൻ പോലും ഇന്ന് പോലും ഞാൻ എന്താണ് ഒരുപാട് കാര്യത്തിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പോലും. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പിള്ളേരുകൾ ആ ഒരു കാലഘട്ടത്തിന് ഏർണിങ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്റർനെറ്റിന്റെ 3 തരങ്ങൾ നമ്മൾ കണ്ടു, വെബ് 1, വെബ് 2, വെബ് 3. അതറിയാവോ? ചില ആളുകൾക്ക് ചിലപ്പം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എന്താണെന്നുള്ള സംഭവം ഭയങ്കര സംഭവമായിട്ട്, പക്ഷെ ഇതൊന്നും അല്ല, സിമ്പിൾ ആണ്. കാരണം വെബ് 1 നമ്മൾ എന്താണ് ഇന്റർനെറ്റിനോട് നമ്മൾ അങ്ങോട്ട് അവകാശപ്പെട്ടു. അതായത് വെബ് 1 എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ എന്താണെന്നുള്ളതിന്റെ ബ്ലോഗ് മാത്രമേ കൊടുക്കാൻ അവകാശപ്പെടുള്ളൂ. പക്ഷെ ആ സമയത്ത് ആ സൊസൈറ്റിയിലെ ആളുകൾ ചോദിച്ചു, എനിക്കും വെബ് 1 ആ ഒരു കാലഘട്ടത്തിൽ എനിക്കും സംസാരിക്കണം, അല്ലെ എനിക്കും അതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് എനിക്കും എന്താണ് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു സ്വാതന്ത്ര്യം വേണം. ദാറ്റ് ഈസ് വെബ് 2. അതാണ് പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും ഒരു നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്തിരും. നിങ്ങൾ പറഞ്ഞു ഫേസ്ബുക്കിൽ നിന്ന് ആളുകൾ പൈസ ഉണ്ടാക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കുന്ന മേഖല നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഐ മീൻ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ വരുമാനം ജനറേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളുടെയാണോ? ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോം നമ്മളുടെയാണോ? ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം നമ്മളുടെയാണല്ലോ. ആ അക്കൗണ്ട് മാത്രമേ നമ്മളുടെ ഉള്ളൂ. അപ്പോൾ വെബ് 2 നിന്നും നമ്മൾ ചോദിച്ചു നമുക്കൊരു ഓണർഷിപ്പ് കിട്ടാനുള്ള ഒരു അവസരം എന്താണ്? ദാറ്റ് ഈസ് വെബ് 3. ഓണർഷിപ്പ് ലഭിക്കുന്ന, അതായത് നമുക്ക് എഴുതാനും വായിക്കാനും വിത്ത് ഓണർഷിപ്പ് കിട്ടാനുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാണ് വെബ് 3 എന്ന് പറയുന്നത്. വെബ് 3 ബ്ലോക്ക് ചെയിൻ മാത്രമല്ല, റോബോട്ടിക് എന്ന് പറയുന്ന AI ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. AI ടൂളുകൾ, എല്ലാവിധ
മേഖലയിലേക്കും AI ടൂളുകൾ വരുന്നുണ്ട്, അതെ അതെ റോബോട്ടിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്കെ മെറ്റാവേഴ്സ്. ഇനിയിപ്പോൾ ഓക്കെ വെർച്വൽ മീറ്റിങ്ങുകളാണ് കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി, വരാൻ വെർച്വൽ പർച്ചേസുകൾ വരാൻ വേണ്ടി പോവാണ്. ഓക്കെ വെർച്വലായിട്ട് എല്ലാവിധ ഇപ്പം നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും നാളുകൾ എന്താവും, വെർച്വലി വെർച്വലികളാവും. ഓക്കെ അതാണ് മെറ്റാവേഴ്സ്. അടുത്തതാണ് ട്രാൻസ്പെറൻസികളും കൂടുതലും ട്രസ്റ്റിനും ബ്ലോക്ക് ചെയിൻ എന്ന് ഓക്കെ പറയുന്ന സാധനം. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വരാൻ എവറി വൺ ക്യാൻ സീ ബട്ട് നോ വൺ ക്യാൻ ചേഞ്ച്. ദാറ്റ് ഈസ് ഓക്കെ ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് അതാണ് ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെഫിനേഷൻസ് ഇപ്പം ഷഫാഫ് പറഞ്ഞു ഇപ്പം ആൾക്കാരിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണമെന്നില്ല. കാരണം ഇപ്പം ഏത് വിശ്വസിക്കില്ല ഇതിന് പൈസ പോവോ അതെ, അല്ലെങ്കിൽ നമ്മളെ കുറെ പേർക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിലേക്ക് പൈസ പോവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് എത്ര ടൈം എടുത്താണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത്? കാരണം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ വേണമെങ്കിൽ നാളെ കോണ്ടാക്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ആള് എങ്ങനെയാണ് ഷഫാഫ് എങ്ങനെയാണ് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇപ്പം ഞാൻ ഇതിലൊന്നും ഇല്ല, അപ്പം എന്നെ എങ്ങനെയായിരിക്കും ബോധ്യപ്പെടുത്തി ഇതിലേക്ക് ട്രസ്റ്റ് വരുത്തി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ നോക്കുന്നത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകം വന്നില്ലേ, യെസ് ഇതെന്താണ് ഈ സാധനം എന്നുള്ളത്? അതെ അതെ ഇത് തന്നെയാണ് അവരെ പിടിച്ചിരുത്താനുള്ള സംഭവങ്ങൾ. ഓക്കെ അവരെ കൊണ്ട് അവരുടെ ബാക്ക് ഒന്ന് റിവേഴ്സ് ചെയ്യിപ്പിക്കൂ. നിങ്ങൾ വന്ന വഴികൾ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് 2010 കാലഘട്ടത്തിൽ, 2020 കാലഘട്ടത്തിൽ, 2000 കാലഘട്ടത്തിൽ ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ പാരന്റിന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യണ്ടായിരുന്നോ? അന്ന് ഇന്റർനെറ്റ് ഇത്ര സുലഭമായിരുന്നോ? പക്ഷെ അന്ന് ഇന്റർനെറ്റ് ഇല്ലായിട്ടും അന്നെന്താണ് പർച്ചേസ് നടന്നിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് കല്യാണം പോലും കഴിക്കാൻ എന്താണ് ഇന്റർനെറ്റ് വഴിയാണ്, ഓക്കെ ദാറ്റ് ഈസ് മാട്രിമോണി. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് പക്ഷെ ഇന്ന് ജനിക്കുന്ന കുട്ടികളെന്നാ വിചാരിക്കണത് ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടെന്നാ വിചാരിക്കണത്. അതെ പക്ഷെ റീസെന്റ് വന്ന കാര്യങ്ങളാണ്. 2010 മുതലാണ് സോഷ്യൽ മീഡിയ എന്ത് ചെയ്യണത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആളുകൾക്ക് അതെ എത്തുന്നത്. അതെ അതെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ആളുകൾ യൂസ് ചെയ്യുന്നത് ജിയോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ്. അതെ അതെ ഒരു മാസം 1 GB യൂസ് ചെയ്യുന്ന നമ്മൾ ഒരു അതെ ദിവസം ഫ്രീ ആയിട്ട് ഫ്രീ നിങ്ങൾ ആയിട്ട് യൂസ് ചെയ്ത് അതെ വന്നപ്പോഴാണ് അതെ എന്ത് ചെയ്യണത്, നമ്മൾ ഇന്റർനെറ്റ് അത്രയും അഡിക്റ്റഡ് ആയി. അതെ അപ്പോഴാണ് ഒരുപാട് യൂട്യൂബ് ചാനൽസുകൾ, അതെ ഒരുപാട് ഹോം ബൈക്കേഴ്സുകൾ, അങ്ങനെ അതെ ഒരുപാട് ആളുകൾ, വീട്ടമ്മമാർ ഇതൊക്കെ അതെ യൂസ് അതെ ചെയ്ത് തുടങ്ങുന്ന ആ അതെ സമയത്താണ്. അതെ സത്യം അപ്പോൾ നമ്മൾ അതുകൊണ്ട് റിവൈൻഡ് ചെയ്യും, അവർക്ക് റിലേറ്റ് ആവും, ഓക്കെ അതെ ഇതങ്ങനെയാണ്. ഉം, എന്നാൽ ബട്ട് നെക്സ്റ്റ് വൺ, ഉം, അടുത്തത് എന്തായിരിക്കും, ഉം, 2026 മുതൽ നമ്മൾ എങ്ങനെയായിരിക്കും, ഓക്കെ അതാണ് അവിടെയാണ് റൂൾ ചെയ്യുന്നതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി. അപ്പൊ ഇതുവരെ ഓക്കെ അവർ അക്സെപ്റ്റ് ചെയ്തു, എന്നാൽ ഓക്കെ ഇതും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ ദാറ്റ് ഓക്കെ ഈസ് ടെക്നോളജി. കാരണം ടെക്നോളജി അങ്ങനെയാണല്ലോ മൂവ് ചെയ്യണത്. ഓക്കെ നമ്മളെക്കാൾ വേഗതയിലാണ് ടെക്നോളജി സഞ്ചരിക്കുന്നത്. മനസ്സിലായി. ഈ ഷഫാഫ് ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നോ? ലൈക്ക് ഈ എന്താ ഈ സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജിൽ ഭയങ്കര ഇങ്ങനെ ടെക്നോളജി എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുന്ന കൂട്ടത്തിലായിരുന്നോ? ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റൂല. ആ അതിന് താഴെ ആരുണ്ടോ അതാണ് ഞാൻ. ഓക്കെ അത് ആ ഓ എൻ്റെ എൻ്റെ പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ എന്താ പറയാ, ഉം, എന്നെ ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്ക്, എൻ്റെ കൂടെ പഠിച്ച ആൾക്ക് തോന്നും, കറക്റ്റായിട്ട് തോന്നും, അവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ഒന്നുമല്ല ഒരു അതെ സബ്ജക്റ്റിലോട്ടോ, ഓക്കെ സ്പോർട്സിൽ പോലും നമ്മൾ എന്താണ് ഒന്നുമല്ല. ഓക്കെ അപ്പൊ ആ രീതിയിൽ വരുന്ന ഒരാളാണെന്ന്. പക്ഷെ അന്നേ നമുക്കൊരു സ്പാർക്ക് ഉണ്ട്, ഓക്കെ എവിടെയെങ്കിലും എന്തിനെങ്കിലും ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റണം. അത് ഇതാണെന്ന് ഓക്കെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന, ഒരു കമ്മ്യൂണിറ്റിയെ ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്പറായിട്ട്, അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് കയറണം എന്നുള്ള ഒരു തുറ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ പക്ഷെ ഇതാണോ എന്നുള്ളതിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അത് ഓക്കെ ഗ്രാജുവലി വന്നതാണ്. ഓക്കെ പിന്നെ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ആണെന്ന് ഞാൻ പറഞ്ഞതല്ലോ, ഈ ഒരു ഉം, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയും ഒരു 3 to 4 years കൊണ്ടാണ് നമ്മളിത് പഠിച്ച് വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോഴും നമ്മൾ കംപ്ലീറ്റഡ് സ്റ്റുഡൻറ്റഡ് അല്ല. ഓക്കെ ഇതിൽ കോളേജിൽ എന്തായിരുന്നു ലൈക്ക് ഫോക്കസ് ചെയ്തത്? ഫുൾ ടെക്നോളജി കോളേജിൽ എന്തെങ്കിലും റിലേറ്റഡ് ആണോ? പഠിത്തം നോ പഠിത്തം നോ എന്താണ്? നോ നോ അതൊക്കെ നമ്മുടെ ഒരു മലബാർ ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഓക്കെ +2 ആണ് കൂടുതൽ ആളുകൾ പഠിക്കുക. അത് ഓക്കെ കഴിഞ്ഞാൽ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നിക്കൽ എന്താണ്, ആള് ഡിപ്ലോമ അബ്രോഡേക്ക് പോവുക. ഓക്കെ ഡിപ്ലോമ ഒന്നുമില്ല. ഇല്ല ഒന്നിക്കൽ എന്ത് ചെയ്യുക, ഇവിടെ പോവുക, അബ്രോഡ് പോവുക, ഓക്കെ പണിയെടുക്കുക, ഓക്കെ അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഓക്കെ എന്ത് ചെയ്യണം, ഇതെങ്കിലും പഠിക്കണം. ഓക്കെ അതായത് ആ പഠിക്കണം എന്ന് പറയുന്ന സാധനം എനിക്ക് എന്താണ്, പണ്ട് മുതലേ പണിയെടുക്കുക എന്നുള്ള സംഭവത്തിന് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ അത് എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. കഷ്ടപ്പെട്ട് ഒരാൾ പറഞ്ഞ, ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ് ഇത് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഓക്കെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അത് വളരെ
ഹാപ്പിനെസ്സിനോട് കൂടി നമ്മൾ ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്നോട് പഠിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒബ്വിയസ്ലി +2 ഒക്കെ നമ്മൾ പൊരുതി ജയിക്കാന്ന് പറയൂലേ, അങ്ങനെ ജയിച്ച ഒരാളാണ് ഞാൻ. അപ്പോ ഒബ്വിയസ്ലി എന്താ ഡിഗ്രി ആണ്, പക്ഷെ എനിക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എന്റെ ഫാമിലിയും എന്റെ സറൗണ്ടിങ്സും എല്ലാവരും എന്താണ്, ഒരു 80% ആളുകളും എബ്രോഡാണ്. മലബാർ ഏരിയ അങ്ങനെ തന്നെയാണ്. എന്റെ കുടുംബവും എന്റെ സറൗണ്ടിങ്സും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒബ്വിയസ്ലി എനിക്ക് അടുത്ത എന്റെ ഒരു ചീട്ടെന്ന് പറയുന്നത് ദുബായ് അല്ലെങ്കിൽ അബ്രോഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവാന്നുള്ളതാണ്. അപ്പോഴും യൂറോപ്പില്ല, GCC കൺട്രി മാത്രമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വെറുതെ 3 കൊല്ലം പോവാം എന്ന രീതിയിൽ ഡിഗ്രി പഠിക്കണത്. അങ്ങനെ ഡിഗ്രിയും ഇതേപോലെ പൊരുതി ജയിച്ചു. സപ്ലികൾ കിട്ടി, നല്ല രീതിയിൽ അത് പാസ്സായി. അപ്പോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അപ്പോഴെപ്പോഴും ഒരു ചോദ്യം വന്നു, ഇനി എന്ത് ജോലിക്ക് പോകണം. അപ്പോഴും ജോലിക്ക് പോയിട്ടില്ല. ഞാൻ PG ആണ് എടുത്തത്, ലോജിസ്റ്റിക്സിന്റെ PG. ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എറണാകുളത്ത് വെച്ച് ഞാൻ ചെയ്തു. അപ്പോഴും എന്താണ്, അത് കഴിഞ്ഞപ്പോഴും എന്താണ്, ജോലി ചെയ്യണം. അപ്പൊ ഞാൻ ഇത് എന്നെ വിട്ട് പോയില്ല, ഇത് എന്തായാലും ഒന്നിലിത് ചെയ്യണം. കാരണം എന്റെ ഏജ് പോവാണ്. എന്റെ കൂടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല പൊസിഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പഠിച്ച മേഖലയിലേക്ക്. പക്ഷെ ഞാനെന്നൊരു വ്യക്തി ഇപ്പോഴും എന്താണ് ബിഗ് സീറോയിലും മൈനസിലും നിൽക്കുകയാണ്. വാട്ട് നെക്സ്റ്റ്? അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, അതായത് ഒന്നുമില്ലാത്തവൻ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് പറയുന്ന പോലെ, ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്തപ്പോൾ ഒരു മേഖല എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. ആ മേഖല ഞാൻ നല്ല രീതിയിൽ ഒരു ബിഗിനർ ആയിരുന്നു അവിടെ ഞാൻ. പക്ഷെ എന്റെ കൂട്ടിൽ നിൽക്കുന്ന ഒരാളും എടുക്കാത്ത പണി പോലും നമ്മൾ എടുത്തിട്ടുണ്ട്. പണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താണ്, വിയർത്തൊലിച്ചിട്ടുള്ള പണിയാണ്. ആ പണിയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ആളായിട്ട് മിങ്കിൾ ചെയ്യണത്. ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ബിസിനസ് ആണ്. അതായത് നമ്മൾ പറയുന്ന ആശയം ഉൾക്കൊണ്ട് ചെയ്യുന്ന ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയെ വാർത്തെടുത്തുകൊണ്ട് അവരെ ഈ ബിസിനസ് അല്ലെങ്കിൽ അവരെ ആ ഒരു പ്രോജക്റ്റ്, അവരെ ഓപ്പർച്യൂണിറ്റി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടഫസ്റ്റ് സാധനം. അതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണോ ബിഗിനിങ് ലെവലിൽ, ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും പണിയെടുത്ത് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗ്രാജുവലി വന്ന ഒരു മൊമെന്റിലേക്കാണ് എത്തിയത്. അല്ലാതെ നമ്മളൊരു അബോവ് ടോപ്പ്, അതായത് സ്കൂളിൽ ടോപ്പ്, സ്പോർട്സിൽ ടോപ്പ്, അക്കാഡമിക്കിൽ സ്പോർട്സ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിലും ടോപ്പ് എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ബിലോ ആവറേജിനെക്കാട്ടി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഷോ ഓഫ്. അപ്പൊ ഷഫാഫ് പറഞ്ഞ എനിക്ക് ഒരു കാര്യം ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ മാൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ അത് ഭയങ്കര ടഫാണ്. പക്ഷേ ഷഫാഫിന്റെ ഈ ഒരു ഇപ്പൊ നിൽക്കുന്ന ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും എനിക്ക് തോന്നുന്നത് അതാണ്. അറൗണ്ട് 20,000 മെമ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അതെ. അപ്പം അവരെ പല നമ്മൾ പല സാഹചര്യത്തിൽ വളർന്നവരായിരിക്കും, പല സാഹചര്യങ്ങൾ കൊണ്ട് പല ടെൻഷൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു പില്ലർ എന്ന് പറയുന്നത് നിൽക്കുന്നത് ഷഫാഫാണ്. ഷഫാഫിനും ഒരു മൂഡ് സ്വിങ്സ് വരാം, അല്ലെങ്കിൽ ഇതെല്ലാം പ്രഷർ. അപ്പൊ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് വെക്കുന്നത്, ഈ മോട്ടീവ് ചെയ്തിങ്ങനെ ജില്ലാക്കി വെക്കുന്ന ആ ഒരു ഘടകം എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, പണിയെടുക്കാൻ എനിക്ക് കഴിയില്ല. ദാറ്റ് ഈസ് മൈ ഓപ്ഷൻ. ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക, ആളുടെ ഡ്രീമിന് വേണ്ടി എന്നെ പണിയെടുപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമല്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനോട് പറയുന്നത്, ജോലി ചെയ്യുക എന്നുള്ളത് മോശപ്പെട്ടൊരു കാര്യമല്ല. ചില ആൾക്ക് ജോലി എന്ന് പറയുന്നത് ഭയങ്കര കാര്യം. ഞാൻ ഇന്ന് നിൽക്കുന്ന പോലും എൻ്റെ വാപ്പ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ജോലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഞാൻ എതിർക്കുകയല്ല. പേഴ്സണലി എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അതൊരു ജഡ്ജ്മെന്റോ അതൊരു സ്റ്റേറ്റ്മെന്റോ അല്ല. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഞാൻ പറയാം, ഏത് കാര്യമായാലും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുക. അത് എത്ര വേഴ്സ് കാര്യമായാലും, എത്ര നല്ല കാര്യമായാലും, അത് എത്ര കുറഞ്ഞ സമയത്ത് ചെയ്യുകയാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാം. അതിന് ടൈം ബൗണ്ട് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രാവലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ജോലിയെ സംബന്ധിച്ചോളം ടൈം ഉണ്ട്. ഇന്ന ടൈം ഔട്ട്, ഇന്നും ഔട്ടും ഉണ്ട്. അവിടെ എന്താണ്, നമ്മൾ അത് എപ്പോഴും ഔട്ട് നമ്മൾ വാച്ച് ചെയ്യണം. പക്ഷെ ഇതിൽ ഞാൻ വാച്ച് നോക്കാതെ വാച്ച് നോക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സുകളുണ്ട്. ഒരുപാട് മീറ്റിംഗ്സുകളായിക്കോട്ടെ, പെർസ്പെക്റ്റീവ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും വാച്ച് നോക്കാതെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ സ്കൂളിൽ എൻ്റെ ബാച്ചിൽ പഠിച്ച ആളുകൾ ഇന്ന് അവർ ഒരു മാസം ഏൺ ചെയ്യുന്നത് ഞാൻ ഇന്ന് 12 hours കൊണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മൈ
ആ ഒരു സ്പിരിറ്റ് അതാണ് അല്ല ഒരു സ്പിരിറ്റ്, കിക്ക്. അതാണ്. അപ്പൊ എനിക്ക് എത്ര ഇമോഷൻസുകളും, എനിക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ്, ബൈ അതാണ്, ബൈ ഇതാണ്, ഒരുപാട് റിജക്ഷൻസുകളും ഒരുപാട് ഫീലിങ്സുകളും നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഒരുപാട് എനിക്ക് എപ്പോഴാണ് റിലേറ്റ് ചെയ്യണം, ഒരുപാട് ആളുകളെ മുഖങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, അതെ ഒരുപാട് ആളുകൾ അതെ പരാതികൾ പറയുന്നുണ്ട്. അതെ പക്ഷെ ഞാനിത് അവിടെ പോയി പറയും, നിങ്ങൾ പറഞ്ഞ പോലെ അതെ. എവിടെയും പോയി പറയില്ല, ഇവിടെ വന്ന് ഇടിച്ചു നിൽക്കും എല്ലാം. ഓക്കെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്യൂട്ട് ചെയ്ത് അതിലേക്ക് കൊടുക്കുള്ളൂ. ഓക്കെ അപ്പോൾ ഓക്കെ. ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒബ്വിയസ്ലി നമ്മൾ എന്താണ്, മണി ഈസ് അൾട്ടിമേറ്റ് പവർ. അതെ അതാണ്, അതെ അത് അതെ കിട്ടുന്നത് കൊണ്ട് മച്ച് മോർ ഹാപ്പിയാണ്. അതെ അപ്പോൾ നിങ്ങൾ അതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അതെ. ഇപ്പം പലരുടെയും നമ്മൾ മോട്ടിവേഷൻ സ്പീക്ക് കേൾക്കുമ്പോഴത്തേനും പലരും പറയുന്നത് പൈസയ്ക്ക് അങ്ങനെ സന്തോഷം കൊണ്ടുവരുത്താനൊന്നും പറ്റത്തില്ല. പൈസ ഇല്ലെങ്കിൽ സമാധാനം മതി. അല്ലെങ്കിൽ ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് എന്തിനാ? വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ തീർന്നില്ലേ? അപ്പം ഷഫാഫിന് എന്താണ് തോന്നുന്നത്? പൈസയാണോ പൈസ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു ഡിപ്പെൻസ് ആണ്, ഞാനത് പറയുന്നതിൽ വലിയ സംഭവം എന്നല്ല. ആ, ലോകത്തെ 99.9% കാര്യങ്ങൾ ചെയ്യാനും പൈസ വേണം. അതെ. പൈസ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഈ സമൂഹത്തിലുണ്ട്. ആ, പൈസ എന്നുള്ളതിലല്ല എല്ലാം, പക്ഷെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഉം, ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഈവൻ നമ്മുടെ ഫാമിലി, ഉം, ഫ്രണ്ട്ഷിപ്പ്, ഉം, നമ്മുടെ സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന ആളുകൾ, എല്ലാ കാര്യങ്ങളും അതെ. പൈസയാണ് അൾട്ടിമേറ്റ്. പൈസ കൊണ്ട് മാത്രം ഹാപ്പിനെസ് കിട്ടില്ല, ഉം, പൈസ ഇല്ലാണ്ടെന്നാൽ ഹാപ്പിനെസ്സും വരില്ല. അതെ 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 പൈസ മനസ്സിലായി. വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പൈസ വന്നില്ലെങ്കിൽ എന്താണ്, ഉം. നോർമലി ലൈഫ് പൈസ ഇല്ലാത്തതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അതെ അത് നമുക്ക് ക്ലിയർ ചെയ്യാലോ. അതെ അപ്പൊ അതെ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഷഫാഫ് എടുത്ത ഒരു ഇപ്പൊ എന്താ ടെക് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ വേറൊരു ഷഫാഫ് തന്നെ ഷഫാഫിന് വേണ്ടി തന്നെ ഒരു എന്താ പറയാ ഇങ്ങനെ കുഴിച്ചെടുത്ത് പോയ ഒരു റിസ്ക്, അതൊരു എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല, ഒരു റിസ്ക് ഓക്കെ, എടുത്ത ഒരാളാണ് ഷുവർ ഷഫാഫ്. ഷുവർ. അല്ലാതെ പെട്ടെന്ന് ഒരു സേഫ് സോൺ തേടിയല്ല, ഒരുപാട് അലഞ്ഞ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പൊസിഷൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കാൻ പേടിയാണ്. തയ്യാറാകാത്ത കുറേ കാറ്റഗറി ഉണ്ട്. കാരണം ഉള്ള ശമ്പളത്തിൽ ജീവിക്കുക, ലോൺ അധികം എടുക്കാതെ, അല്ലെങ്കിൽ പൈസ ഇപ്പം ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവരൊക്കെ ചിന്തിക്കുന്ന വെച്ചാൽ കടമൊന്നുമില്ല, ലോണില്ല, എല്ലാവരും അൾട്ടിമേറ്റ് ലോൺ ഉണ്ടാകാതെ ഇരിക്കുക, അല്ലെങ്കിൽ കടമില്ല, ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ബ്രേക്ക് ദ കംഫർട്ട് സോൺ. Yeah. അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ചെയറിൽ ഇരിക്കുന്നത്. അതെ. എനിക്കും ഇതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ പുറത്ത് എനിക്ക് വന്നതാണ്. ഓക്കെ. അവിടെ ജോലി ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ ആ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആ ശമ്പളത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിട്ടും ഒരാളായിട്ടും എനിക്ക് മാറാമായിരുന്നു. ബട്ട് എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് അവിടെ കട്ട് ചെയ്ത് ഇതല്ല. പക്ഷെ ആ സമയത്ത് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് റിസ്ക് എലമെന്റുകൾ ഉണ്ട്. ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും, ചുറ്റുപാടുള്ള പ്രഷറുകൾ ഉണ്ടാവും, എനിക്ക് എന്നോട് തന്നെ ഉള്ളൊരു പ്രഷർ ഉണ്ടാവും. ഒരുപാട് തവണ നമ്മൾ റീതിങ്ക് ചെയ്തിട്ടുണ്ട്, എന്തിനിതെടുത്തു അല്ലെ എന്തിനിത് ചെയ്തു. ഒബ്വിയസ്ലി നമ്മൾ മനുഷ്യന്മാരാണ്. KGF-ലെ യാഷിന്റെ മമ്മിയോ അല്ല അമ്മയൊന്നും അല്ല എൻ്റെ ഉമ്മ. ഒബ്വിയസ്ലി എന്താണ് ഇത് പറയുമ്പോൾ പിന്നെ ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന് ഓവർകം ചെയ്ത്, പക്ഷേ ഒരു നാൾ നമുക്ക് ഇതിന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്ത് ഇന്ന് ഈ കാണുന്ന ഈ ലെവലിൽ ഇന്ന് പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും ഈ സൊസൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ പറയാണ്, പുതിയൊരു ജനറേഷനോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ഏതൊരു കോൺസെപ്റ്റ് ആയാലും എന്ത് കാര്യമായാലും ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന, ഞാൻ നേരത്തെ പോലെ നമുക്ക് വാച്ച് നോക്കാതെ ഏത് കാര്യം എത്ര സമയം വേണമെങ്കിൽ ചെയ്യാം, ഉറങ്ങാതെ പോലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് അത്ര അധികം അതിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന സാധനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പൈസയിലുപരി ശരി, ഇപ്പോൾ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ബോഡിയോടല്ല എൻ്റെ ഹ്യൂമനോട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്തത്. ഒരാൾ ജഡ്ജ്മെന്റ് ചെയ്ത കാര്യമല്ല ഞാൻ ചെയ്തത്. നാളെ ഇതിനെപ്പറ്റി എന്ത് വന്നാലും, ഇപ്പോൾ ഞാൻ ഫെയിലർ ആണെങ്കിലും അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ മാത്രം തീരുമാനമാണ്. അപ്പോൾ അതിലെനിക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതെ. ഇപ്പം ഞാൻ ഷഫാഫിനെയാണ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്, ഒരു ടെക് ഇൻഡസ്ട്രിയസ്റ്റ് ആണ്, മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മണി ചെയിൻ കേട്ടിട്ടുണ്ട്, ഈ ബ്ലോക്ക് ചെയിൻ എന്താ, സംതിങ് റിലേറ്റഡ് ടു മണി ചെയിൻ ആണോ? അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. കാരണം ചിലവർക്ക് ഈ ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ നമ്മുടെ എല്ലാവരും മനസ്സിലായി എന്താ മണി ചെയിൻ, കാരണം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അതെ, ചെയിൻ വരുന്നോണ്ട് ബ്ലോക്ക് ചെയിൻ, മണി ചെയിൻ. സോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വരുന്ന അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ലൈക്ക് എല്ലാവർക്കും പേടിയാണ്. അതെ, ഈ മണി ചെയിൻ പോലത്തെ ആണോ? ആക്ച്വലി ബ്ലോക്ക് ചെയിൻ മണി ചെയിൻ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? പിന്നെ രാഹുൽ വലിയ വ്യത്യാസമില്ല. കാരണം മണി ചെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബാൻ ചെയ്തൊരു സ്കീമാണ്, ഓൺ സ്കീമാണത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ അടുത്തൊരു ടെക്നോളജിയാണ്. ഞാൻ പറഞ്ഞല്ലോ, Web3 വരുന്ന AI റോബോട്ടിക് എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ദ നെക്സ്റ്റ് വേൾഡ് റൂളിംഗ്
ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ചെയിൻ മാത്രമാണ് മറ്റേതിൽ പോയിട്ടുള്ളൂ. അതെ. ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരിക്കലും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അതെ അതെ അത് അതെ. ഒരു ഇതിൽ കാണുന്ന ഒരു സംഭവമാണ്. അത് വേറെ ഓക്കെ. തന്നെ ഒരു മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ്. ഓക്കെ. അങ്ങനെ അതുണ്ട്, ഇല്ല എന്ന് പറയണില്ല. ഒരുപാട് സ്കാമുകളും സ്കീമുകളും വന്ന ഒരുപാട് ഉം. മേഖലകളെ വിളിക്കുന്ന ഒരു സംഭവമാണ് മണി ചെയിൻ എന്ന് പറയുന്ന ഒരു സ്കീം. ഓക്കെ. പക്ഷെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പോലെ അടുത്ത ഇന്റർനെറ്റിന്റെ പുതിയൊരു ഫേസ് ആണ്. ഓക്കെ. ഇന്റർനെറ്റിന്റെ പുതിയൊരു ഫേസ് ആണ് അടുത്ത് വരാൻ വേണ്ടി പോകുന്നത്. വരുമാനം നമുക്ക് സ്വന്തമായിട്ട് ഓണർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും, ഇന്റർനെറ്റ് വഴി ഓണർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്തൊരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. ഓക്കെ. ഇപ്പം ഷഫാഫിനോട് ഇതിനെപ്പറ്റി ഡൗട്ട് ചോദിക്കണമെങ്കിൽ ഇപ്പൊ കുറെ പേർക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് പ്രത്യേക എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനോ സിലബസോ ഒന്നും നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ല. സംതിങ് നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ പോപ്പുലർ ആയത് ഷഫാഫിന്റെ ഇന്റർവ്യൂയിലൂടെയാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അതെ, പോപ്പുലർ നമ്മളെ ആയത്. കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങനെയാണ് അതെ. പറഞ്ഞത്. ഇന്റർവ്യൂവിൽ ആണെങ്കിലും അപ്പം എങ്ങനെയാണ് ഒരാൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതായത് ബ്ലോക്ക് ചെയിനെ പറ്റി കൂടുതൽ ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ നോക്കേണ്ടതും പഠിക്കേണ്ടതൊക്കെ? ഇതിന് പ്രത്യേകിച്ചുള്ള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അതെ. പ്രത്യേകിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഉം, ഇല്ല. ഉം. ആൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ല എങ്കിലും ആൾക്ക് ChatGPT ഓക്കെ. ടൂളുകളുണ്ട്, ഗൂഗിൾ ഓക്കെ. ഉണ്ട്, ഓക്കെ. ജെമിനി ഉണ്ട്, എല്ലാവിധ കാര്യങ്ങളും. ഉം, അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ ഉം, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഉം. അവർക്ക് സിമ്പിളായിട്ട് വോയിസിൽ മലയാളത്തിൽ അവർ പറഞ്ഞു തരും ഓക്കെ. എന്താണ് ബ്ലോക്ക് ചെയിൻ. Web3 വരുന്ന അടുത്തൊരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് അവർ പച്ച മലയാളത്തിൽ അവർ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ അവർക്ക് പക്ഷെ അതിൽ കൂടുതൽ പഠിക്കണം, എങ്ങനെ അതെ. ബ്ലോക്ക് ചെയിനിൽ വർക്ക് നടക്കുന്നുണ്ട്, ഉം. ഏതൊക്കെ മേഖലകൾ ബ്ലോക്ക് ചെയിനിലേക്ക് വരും എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതെങ്ങനെ ഉള്ളൂ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. എങ്ങനെ ഓക്കെ. പോകും. ഞാൻ ഒരുപാട് തെറ്റുകളിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് അതെ. തെറ്റി 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 പഠിച്ച ഒരാളാണ്. ChatGPT ഒക്കെ റീസെന്റ് വന്നതല്ലേ, അതെ അതെ ടൂളുകളാണ്. അതെ. ഇപ്പം വരുന്ന ആളുകൾക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ. ആ സമയത്ത് നമ്മൾ എന്താണ് ഓരോ ആളുകളെ നേരിട്ട് പോയി കണ്ടതും ഉം. അവരുടെ എക്സ്പീരിയൻസുകളും അവർ ചെയ്ത കാര്യങ്ങൾ ചെയ്യരുതെന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. ഓക്കെ. അങ്ങനെ ഓക്കെ. പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. ഇപ്പൊ നമുക്ക് കൂടുതൽ നമ്മൾ എന്താണ് അതിനേക്കാൾ അഡ്വാൻസ്ഡ് സാധനങ്ങൾ എന്താണ് ChatGPT കിട്ടുന്നതാണ്. അതെ 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 അപ്പൊ അവർക്ക് മനസ്സിലായി. രണ്ട് ടൂൾ ഉപയോഗിക്കാം. ഒന്ന് ഷവാഫിന്റെ ടൂൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാം, പിന്നെ ChatGPT ഉപയോഗിക്കാം. അതെ. കുറച്ച് ഇപ്പൊ ChatGPT എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഡൗട്ടും അവര് തിയറി ആയിട്ട് പറഞ്ഞു തരും. അതെ ലൈക്ക് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് വെച്ചാൽ there is ഒരു ആൻസർ, നമ്മുടെ അതെ അതെ, ക്വസ്റ്റ്യൻ ഒരുപാട് ആൻസർ. ഡാറ്റാബേസ് അതെ, സാധനമാണ് ഡേറ്റാബേസ്. ChatGPT. പക്ഷെ എന്നാലും നമുക്കത് എവിടെ ഇൻപുട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഏത് എങ്ങനെ ചെയ്യേണ്ടത്, ഇപ്പൊ ഇത് പറഞ്ഞ പോലെ കുറെ ആൻസേഴ്സ് പറഞ്ഞു തരും. അതെ പക്ഷെ അത് ലൈക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ അതെ നമുക്ക് പ്രാക്ടിക്കൽ നോളേജ് ആണല്ലോ, എന്തിനും എവിടെയാണ് കറക്റ്റ്, ഏത് സമയത്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ. അപ്പം ഷഫാഫിന് എങ്ങനെയാണ് ഈ ഓരോ മീറ്റിംഗ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു? ഓക്കെ. ഇപ്പൊ ഡെയിലി ഫുൾ പാക്ഡ് ആണോ? ഓ, എല്ലാ നമ്മൾ ദിവസവും അടുത്തൊരു 2 വർഷത്തേക്ക് ഫുൾ പാക്കഡ് ആണ്. ഫുൾ ഓ, പാക്ഡ് ആണ്. ഫുൾ ഇപ്പൊ ഷെഡ്യൂളാണ് 3 മാസത്തേക്കുള്ള ഷെഡ്യൂൾ. അത് കഴിഞ്ഞ അടുത്തത് വരും. ഓക്കെ. അങ്ങനെ ഒരു ഫുൾ ഷെഡ്യൂളാണ്. കാരണം ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് ചെയ്താണ്. വാച്ച് ഓക്കെ. നോക്കി ചെയ്യുന്ന ഒരു പരിപാടിയല്ല ആ, ഇത്. നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടാലും നമുക്കായ ഒരു മീ ടൈം, ഇപ്പൊ കുറെ പേര് പറഞ്ഞു മീ ടൈം ഒന്നും ഷഫാഫിന് ഇല്ല, ലൈക്ക് വേറെ ഇതിനല്ലാണ്ട് എന്തൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങള്? ആ, കാരണം ഞാൻ ടെക്ക് മാത്രമേ ഓ, കേട്ടിട്ടുള്ളൂ. അപ്പൊ ഈ മൊത്തം ടെക്ക് ആണോ, ഒരു റോബോട്ടിക് ലൈഫ് അല്ലല്ലോ? ഓ, നോ നോ നോ, ആ, അങ്ങനെ സാധാരണ മനുഷ്യൻ തന്നെയാണ് ഞാൻ. അതെ. ഈ ഭൂഖണ്ഡത്തിൽ ജനിച്ച ആൾക്കാർ തന്നെയാണ്, ആ, അങ്ങനെയുള്ള ഒരാളല്ല. ആ, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ പോയിന്റിലേക്ക് വരുന്നു, ആ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ. ഫാമിലി ഉണ്ട്, ഓക്കെ. മക്കളുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്താണോ അവരുടെ കൂടെ എൻജോയ്മെന്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. നാട്ടിലെ ഫ്രണ്ട്സുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ പുറത്തു പോകാറുള്ളതും, ഓക്കെ. ഫാമിലി ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ പോകുന്നതും, പിന്നെ ഫുഡ് കഴിക്കണതും ചായ കുടിക്കണതും എല്ലാവിധ പരിപാടികളും നമുക്കുണ്ട്. ഓക്കെ. പക്ഷെ അപ്പോൾ ഇതിനൊക്കെ ടൈം കുറവാണോ? ടൈം കുറവാണ്. ഓക്കെ. അതാണ് ഇപ്പോൾ ഓക്കെ. മേ ബി ചിലപ്പോൾ 1 വീക്കിൽ വൺസ് ഇൻ എ ഡേ അല്ലെങ്കിൽ വൺസ് ഇൻ എ ഹവർ ഉണ്ടാവുള്ളൂ, ഈവൻ ഓക്കെ. ഫാമിലി ആയാൽ പോലും. ഓക്കെ. പക്ഷെ ഓക്കെ. അടുത്തൊരു വരുന്ന വർഷം ഇതൊക്കെ മാറ്റി വെച്ചിരിക്കണത് ഇപ്പം ഞാൻ ഉം. പറഞ്ഞല്ലോ, വെർച്വൽ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഉം. VI കാലഘട്ടത്തേക്ക് വരുന്ന സമയത്ത് ഉം. നമ്മൾ എവിടെ നിന്നുകൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് വരുമല്ലോ. അതെ അതെ അപ്പോൾ അതെ. നമുക്ക് ഈ പറഞ്ഞ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ നമ്മുടെ അടുത്തുണ്ടാവും. നമ്മൾ ഓർത്തുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ക്രിയേറ്റ്. സ്റ്റാൻഡ് അതെ ഇപ്പോഴും അതെ നമ്മൾ നിന്നിട്ടില്ല. അതെ നമ്മളിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ, ഒരുപാട് കാര്യങ്ങളിലേക്ക്. അതെ. ഒന്ന് സ്റ്റാൻഡ് ബൈ ആവട്ടെ. അപ്പോൾ ഓക്കെ. നമുക്ക് നമ്മുടെ അടുത്ത് എല്ലാവരും സ്റ്റാൻഡ് ബൈയിലേക്ക് വരും. അതെ. ഇപ്പൊ ഷഫാഫ് ഇപ്പം വേറൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഓട്ടത്തിലാണ്, തിരക്കിലാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഫാമിലിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം തീർച്ചയായിട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം മക്കളുണ്ടെന്ന് പറഞ്ഞു, മക്കൾക്ക് ഇപ്പൊ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഓടി പോകുന്ന ദൂരത്തിൽ ചിലപ്പം ദൂരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ പല ഫംഗ്ഷൻസും ഷഫാഫിന് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫാമിലി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനോടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ? ഫാമിലിക്ക് സാധാ ഒരു ടിപ്പിക്കൽ
ഒരു ഫാമിലിയാണ്, ഓർത്തഡോക്സ് ആയ ഒരു ഫാമിലിയാണ്. ഓക്കെ പക്ഷെ ആ ഫാമിലി ഭയങ്കരമായ സപ്പോർട്ടാണ്. ഞാൻ ഓക്കെ എന്താണോ പറയണത് അതാണ് അവർക്ക് അവരുടെ ഓക്കെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ അതുകൊണ്ട് ജഡ്ജ്മെന്റ് ചെയ്യാനോ അവിടെ അതല്ല ഇതാണ് ചെയ്യേണ്ടെന്നുള്ളൂ. ഈവൻ എൻ്റെ വൈഫ് പോലും നമ്മൾ അറേഞ്ച് മാരേജ് ചെയ്ത എൻ്റെ അറേഞ്ച് മാരേജ് കല്യാണമാണ്. അപ്പോൾ നമ്മൾ ഓക്കെ എൻ്റെ മുമ്പേ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എൻ്റെ എന്താണെന്നും പെർസ്പെക്റ്റീവ് എന്താണെന്നും ഞാൻ എൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതും എൻ്റെ വിഷൻ എന്താണെന്നുള്ളതും കറക്റ്റായിട്ട് ആൾക്ക് മനസ്സിലായി അറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഓക്കെ അതുകൊണ്ട് അതിലൊക്കെ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. ഓക്കെ അപ്പം ഓക്കെ അതാണ് എനിക്ക് തോന്നുന്നത്, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ വീട്ടിൽ ഒരു പിന്നെ കീറിപ്പുണ്ടെങ്കിൽ നമ്മുടെ അതെ നാട്ടിൽ പറയുന്ന സ്ലാങ് കേട്ടോ, അതുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ഈ അതെ പുറത്തെല്ലാം എവിടെ പോയി കഴിഞ്ഞാലും ഈവൻ അതെ ബുർജ് ഖലീഫിന്റെ ഉള്ളിൽ പോയിരുന്നാലും ഇത് സമാധാനക്കേട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും. അതെ അപ്പൊ അതെ ഇതിൽ അതെ നമ്മളെന്താണ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കടന്നുറങ്ങിക്കാൻ നമുക്ക് സമാധാനമാണ്. കാരണം നമ്മൾ ഉം. വീട്ടിൽ നമ്മൾ ഹാപ്പിയാണ്. തിരിച്ചു അതെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോയിന്റാണ്, ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അവർ ഫേസ് ചെയ്യുന്നുള്ളൂ ഞാനെന്ന് പറയുന്നൊരു അതെ അതെ വ്യക്തിയെ അതെ കുറിച്ചിട്ട്. അതെ അല്ലാതെ ഞാനിത് ചെയ്യുന്നത് കൊണ്ടും ഉം. അല്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഒരു ഇഷ്യൂ അവർക്കില്ല. ഇവൺ ഉം. മൈ പാരൻസ്, മൈ സിസ്റ്റേഴ്സ്, മൈ ഉം. ഉം. വൈഫ്, അതെ അതുപോലെ തന്നെ എല്ലാ ആളുകളും, ഓക്കെ മക്കള് വളർന്നിട്ടില്ല പക്ഷെ ഓക്കെ എന്നാലും അവർ നമ്മൾ ആ വൈബിലായിരിക്കും. അതെ ഈ ബ്ലോക്ക് ചെയിനിൽ ഇപ്പം നമ്മൾ കേട്ടേക്കുന്ന ഇപ്പം ഈ ലേഡീസ് എന്തോ ഒരു ഇൻട്രസ്റ്റഡ് ആണ്, ലൈക്ക് എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഒരു 20+ ഏജ് ആയിട്ടുള്ള അവർക്കും ഇതിനെപ്പറ്റി കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഉണ്ടോ അങ്ങനത്തെ കുട്ടികൾ, അല്ലെങ്കിൽ എത്രത്തോളം നോളജബിൾ ആണ് ലേഡീസ് ഇതിന്റെ കാര്യത്തിൽ? ലേഡീസ് ഒക്കെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ചോദിക്കുന്ന ഒരുപാട് ഓ ലേഡീസുകൾ, പിന്നെ ഓക്കെ അവർക്ക് അറിയണം. ഓക്കെ കാരണം ഏറ്റവും കൂടുതൽ ഇനി വരാൻ വേണ്ടി പോകുന്നതാണ്, ലേഡീസിന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ സോ ആ ലേഡീസ് അവർക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും കോണ്ടാക്ട് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് ചെയിനിലുണ്ട്. ഓക്കെ അപ്പോൾ ഇന്ന് യൂട്യൂബിൽ തന്നെ എത്രത്തോളം ഹോം ബൈക്കേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അതെ എന്തുകൊണ്ടാണ് അതെ അവർക്ക് ഏണിങ്സ് ഉണ്ട്. അതെ 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 ആണുങ്ങളെക്കാൾ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു അഗ്രസീവ് എന്ന് പറയുന്നത് ലേഡീസിനാണ്. അപ്പോൾ ഓക്കെ അവർക്ക് പറ്റിയ ബെസ്റ്റ് എക്സാമ്പിളാണ്, ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ അവർ ഓക്കെ എനിക്ക് തോന്നുന്നു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉം. 60% ഗേൾസും 40% ഈ പറയുന്ന ബോയ്സേ ഉണ്ടാവുള്ളൂ മേ ബി. കാരണം ഓക്കെ അത്രമാത്രം ആളുകൾ ഇതിനെ ബാക്കിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ നാളെ ഇപ്പോൾ ടെക്നോ എന്ന രീതിയിൽ ഷവാഫ് അല്ല, ഇന്ന് ഒരു എക്സ് ഓർ വൈ എന്ന് പറയുന്ന ഗേൾസുകൾ വന്നിരിക്കും, ഓക്കെ ഓക്കെ അപ്പൊ ഗ്യാരണ്ടീഡ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ അപ്പൊ ഇത്രയും വലിയ അല്ലേ പിന്നെ നമ്മളെ ഒരു സ്റ്റഡീസും ഒരു കാര്യങ്ങളും. ഒരു ഒരു എന്താ പറയണ്ട, ഒരു അയൺ ലേഡീസിനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഓക്കെ അവരൊക്കെ ഒന്ന് പുറത്ത് വിടൂ എന്ന് പറയുന്നില്ലേ, ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അവർ ടാലന്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളാണ്. ഓക്കെ ഇപ്പൊ ഈ പലരും ഇപ്പം ഈ ഷഫാഫിന്റെ ഈ ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ വിശ്വസിച്ച് കുറെ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ഷഫാഫിന് പറഞ്ഞു കൊടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, ഷുവർ. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നമുക്ക് അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഒരാളെ സ്പെൻഡ് ചെയ്യാം. അപ്പം എന്തെങ്കിലും അബദ്ധത്തിൽ അവർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഷഫാഫ് കാരണമല്ല ഞങ്ങളുടെ പൈസ പോയി, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പം അതെ, എന്തായി, അങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് എന്തായാലും വരും അല്ലേ, എന്തെങ്കിലും തീർച്ചയായിട്ടും. മിസ്റ്റേക്ക് അതൊക്കെ എങ്ങനെയാ കോപ്പ് ചെയ്യണം, എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അത് മാനേജ് ചെയ്താൽ അവർക്ക് പ്യുവർലി നമ്മൾ ആദ്യം തന്നെ നമുക്ക് അവർ ഇല്ലാത്ത കാര്യങ്ങൾ ഹൈപ്പല്ല നമ്മൾ കൊടുക്കുന്നത്, ഒരു ഓക്കെ ഹോപ്പ് നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ അടുത്ത് ഓക്കെ പറയണത് യു ഓക്കെ ക്യാൻ സ്റ്റഡി, ഓക്കെ ലേൺ. ആദ്യം ഓക്കെ നിങ്ങളിത് പഠിക്കുക, ഓക്കെ പഠിച്ചുകൊണ്ട് ചെയ്യുക, ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും, ഓക്കെ അതുകൊണ്ട് വീണ്ടും പഠിക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. ഓക്കെ അല്ലാതെ ഇവിടെ ഒരു മാജിക് ഇല്ല, ഓക്കെ ഷവാഫിന്റെ മാജിക് അല്ല ഇവിടെ നടക്കുന്നത്, ഓക്കെ ടെക്നോളജിയാണ് ഇവിടെ എല്ലാം. കോഡിംഗ് ആണ് ഇവിടെ. ഇനിയിപ്പോൾ ഓക്കെ ആളുകൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോയിന്റ്, ആ ചോദ്യം നല്ലതാണ് ചോദിച്ചത്, കാര്യം ഉം. എനിക്കതൊരു പോയിന്റ് കിട്ടി. മണി ഇവല്യൂഷൻ ഉണ്ട്. ആ ഓക്കെ ഇവല്യൂഷൻ സമയത്ത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉം. ബാത്ത സമ്പ്രദായം ഉണ്ടായി. ഓക്കെ അതായത് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളാണ് അത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉം. എൻ്റെ കയ്യിൽ ചക്ക ഉണ്ട്, നിങ്ങളിങ്ങനെ മാങ്ങ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് മാങ്ങയല്ല, നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഓക്കെ ഇവിടെ ഞാൻ എന്താണ്, നമ്മൾ തമ്മിൽ വിശ്വസിക്കുകയാണ്. ഉം, 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 ഇവിടെ ഉം. ഹ്യൂമൻ ആണ് എന്ത് ചെയ്യുന്നത്, ഓ, ആളുകൾ വിശ്വസിക്കുന്നത് ആ ഓ, സമയത്ത്. ഓക്കെ അപ്പോൾ നിങ്ങൾ തരുന്ന സാധനം നല്ലതാണ്, ഉം, കാരണം ഇവിടെ ഉം. വേറെ ആരും ഇല്ലല്ലോ, അതെ അതെ അപ്പോൾ എന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുക. അതെ അവിടെയാണ് ഹ്യൂമനെ വിശ്വസിച്ചത്. ഓക്കെ പിന്നെ അത് ഗ്രാജുവലി മാറി അതെന്താണ് ഗോൾഡിലേക്ക് വന്നു, ഓക്കെ ഗോൾഡ് എന്ന് പറഞ്ഞ കോയിനിലേക്ക് വന്നു, ഓക്കെ സിൽവറിലേക്ക് വന്നു. അപ്പോൾ ഓക്കെ ആ കോയിൻ ആൾ ഇത് വിശ്വസിച്ചു. ഉം, അതിൽ നിന്നും പേപ്പർ കറൻസിയിലേക്ക് വന്നു. ഉം, കറൻസിയെ ജഡ്ജ് ചെയ്യുന്നതും കറൻസിയെ റൂൾ ചെയ്യുന്നത് ആരാണ്? ഉം. ഗവൺമെന്റ് ആണ്. അപ്പോൾ ഓക്കെ അവരെന്ത് ചെയ്തു, ഗവൺമെന്റിനെ വിശ്വസിച്ചു. ഉം, ഉം. കാര്യം അതൊരു പേപ്പർ മാത്രമല്ലേ. അതെ ആ അതെ പേപ്പർ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 500 രൂപ എന്നാൽ 500 രൂപക്ക് ഇന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഉം, എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ഒരു പേപ്പർ അല്ലേ, ഉം. അല്ലേ? അപ്പൊ അതെന്തുകൊണ്ട് ആ ഗവൺമെന്റ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ അതെ അതിൽ നിന്ന് നമ്മൾ മാറി വന്നു, ഓക്കെ ഡിജിറ്റലേക്ക് വന്നു. ഡിജിറ്റൽ അതെ ബാങ്കുകൾ, ഉം. ആ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചു. ബാങ്കുകൾ എന്താണ്, നമ്മൾ കാരണം ഗൂഗിൾ പേയിൽ കാണുന്നത് ഡിജിറ്റലാണ്, ഒരു അതെ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ എൻ്റെ അക്കൗണ്ട് നിങ്ങൾ കാണിച്ചത് അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ അപ്പോൾ നമ്മളെ ബാങ്കുകൾ വിശ്വസിച്ചു. ഉം, അതിൽ നിന്ന് മാറാൻ വേണ്ടി പോവാണ്, ഉം. കോഡിങ്ങൾ വരാൻ വേണ്ടി പോകണം. ഓക്കെ അപ്പോൾ ഇവിടെ മനുഷ്യനെ അല്ല,
ഗവൺമെന്റിനെ അല്ല, ബാങ്കുകളെ അല്ല, ഇനി മാറാൻ വേണ്ടി പോകുന്ന കോഡിങ്ങിനെയും ആ പറയുന്ന ടെക്നോളജിയും ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇനി അടുത്ത വരാൻ വേണ്ടി പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നോട്ട് ഓൺലി ഷവാഫിനെ വിശ്വസിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇന്ന് പറയുന്ന വ്യക്തികളെ വിശ്വസിച്ചുകൊണ്ട് വരുന്നൊരു കമ്മ്യൂണിറ്റി അല്ല ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. പ്യോർലി ടെക്നോളജിയും കോഡിങ്ങിനെയും വിശ്വസിച്ചുകൊണ്ട് വരുന്ന ഒരു ജനതയാണ് ഇനി വരാൻ വേണ്ടി പോണത്. ഓക്കെ. എനിക്ക് ഷഫാഫ് പറഞ്ഞ പോലെ എനിക്ക് ഇപ്പം തോന്നിയത് ശരിയാ. ലൈക്ക് ബ്ലോക്ക് ചെയിൻ, ഇപ്പം ഈ മണി ചെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് ഫാൻറ്റസിയാണ്. ലൈക്ക് ഇത്രയും ഇൻകം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വന്നവർ ഇത്രയും ഇൻകം ഏൺ ചെയ്തു, അല്ലെങ്കിൽ അവർ ഇവിടെ ട്രാവൽ ചെയ്തു, അവർ BMW മേടിച്ചു. സോ അത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മോട്ടിവേറ്റ് ആവും, ഇതെന്തോ വലിയ സംഭവമാണ്, ഇത് പെട്ടെന്ന് ഒന്നുമില്ലാത്തവർക്ക്, അതെ, ഒന്നുമില്ലാത്തവർക്ക് ഇതാവുന്നു, മറ്റേതാവുന്നു, ലൈക്ക് അവർ ഇത് എബ്രോഡ് പോകുന്നു, ലൈക്ക് കാർ BMW മേടിക്കുന്നു, ഒന്നല്ല രണ്ടല്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് എന്താ പെട്ടെന്ന് ലൈവിൽ കാണുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് കൺമുന്നിൽ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെല്ലാവരും അട്രാക്റ്റ് ആവും. അങ്ങനെ കുറച്ച് കാലഘട്ടമായിരുന്നു ഇതിലേക്ക്. ഈ ബ്ലോക്ക് ചെയിനിൽ ആക്ച്വലി ഇതൊന്നും ഇല്ല. ഞാൻ ഈ ബ്ലോക്ക് ചെയിനിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ എന്താ ഫുൾ പ്രൊഫഷണലി രീതിയിലാണ്, നമുക്ക് പോലും മനസ്സിലാകാത്ത ഇംഗ്ലീഷ് രീതിയിലാണ് ബ്ലോക്ക് ചെയിനെ പറ്റി പല മേഖലകളിലും സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴും ഈ ബ്ലോക്ക് ചെയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം ഈ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം ബാങ്കിൽ നോക്കുമ്പോൾ നമ്മൾ ഇപ്പം അവർ പറയുകയാണ്, ഓക്കെ ബാങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേസിന് പോകാം, അല്ലെങ്കിൽ പ്രൂഫ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇത് നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചിട്ടാണല്ലോ ബാങ്കിൽ കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഫാഫ് എന്തായിരിക്കും പറയുന്നത്? ഇപ്പൊ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പൊ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഇപ്പൊ ഷഫാഫ് ബാങ്കിനെ വിശ്വസിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൽ വിശ്വസിച്ചത്. ഇപ്പൊ അവരിപ്പം സെക്കൻഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓക്കെ ബാങ്കിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അവർ നഷ്ടപരിഹാരം തരണം, അത് നമ്മുടെ ലീഗലി ഉള്ളതാണ്, അല്ലെങ്കിൽ കേസിന് പോകാം, അല്ലെങ്കിൽ പോലീസ്. ഇതിലിപ്പോൾ ബ്ലോക്ക് ചെയിനിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എനി ലീഗൽ അല്ലെങ്കിൽ ലീഗൽ സൈഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടോ, എവരിവൺ ക്യാൻ സീ നോ വൺ ക്യാൻ ചേഞ്ച്. അതായത് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ഓപ്പൺ ലെഡ്ജർ ആണ്, മറ്റേ ബാങ്ക് എന്ന് പറയുന്നത് ക്ലോസ് ലെഡ്ജർ ആണ്. ഇതിന് ആക്ച്വലി ഫോൺ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി അങ്ങനെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോ കേട്ട് ആഗ്രഹപ്പെടുന്നവരുണ്ടാവും, പക്ഷെ അവർക്ക് ഇതിനൊരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ വലിയ അറിവില്ല, മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളായിരിക്കും സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെങ്ങനെയാ ഈ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് എവിടെയും പോയി പഠിച്ചിട്ടാണോ? അല്ല അല്ല. ആരെയും ക്ലാസ് എടുത്തിട്ടാണോ? അല്ല. ഒരു സുപ്രഭാതത്തിൽ ആരോ ഏതോ ഒരു പയ്യൻ അല്ലെ ഏതോ ഒരു ആളുകൾ വന്ന് പറഞ്ഞു, എടാ ഇങ്ങനൊരു ഒരുപാട് ആളുകളെ കൂട്ടം സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ദാറ്റ് ഈസ് വാട്സപ്പ്. എന്തോ ആയിക്കോട്ടെ, വാട്സപ്പ്, ഇൻസ്റ്റോ, ഫേസ്ബുക്ക്, ഇങ്ങനൊരു സംഭവം നമ്മൾ എന്ത് ചെയ്തു, പ്ലേ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുന്നു, നമ്മൾ നമ്പർ ഫീഡ് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, ഫോട്ടോ ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, അവിടെ ഒരുപാട് കോണ്ടാക്ട്സ് വരുന്നു. പക്ഷെ നമ്മൾ പേടിക്കും അല്ലെ, ഇതെന്താ ചെയ്യേണ്ടത് അല്ലെ? ടെലഗ്രാം ഇപ്പൊ ത്രെഡ് എത്ര ആൾക്ക് ഉപയോഗിക്കാൻ അറിയാം? ഉപയോഗിച്ച് വരുന്നല്ലോ ഉള്ളൂ. അതായത് പുതിയൊരു ടെക്നോളജി ആയിക്കോട്ടെ, പുതിയൊരു ആശയം ആയിക്കോട്ടെ, പുതിയൊരു ഏത് കാര്യമായിക്കോട്ടെ, ജനങ്ങൾ ഫസ്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് 100% ട്രസ്റ്റോടുകൂടിയും 100% കോൺഫിഡൻസോടുകൂടി എല്ലാം ഏറ്റെടുക്കുന്നത്. ചെറിയൊരു ലിവിങ് എക്സാമ്പിൾ, ഇപ്പൊ ചേച്ചിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു എക്സാമ്പിൾ ആണ് ഗ്യാസ് എന്ന് പറയുന്ന സാധനം. മുമ്പ് ആളുകൾ വീട്ടുകൾ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യാന്ന് പറഞ്ഞപ്പോ എത്ര പേര് അന്ന് ഏറ്റെടുത്തിട്ടുണ്ടാവും? എല്ലാ ആളുകളും പേടിച്ചിട്ടുണ്ടാവില്ലേ? ഗ്യാസ് ആണ്, പൊട്ടിത്തെറിച്ചാൽ ചുറ്റുപാടുള്ള എല്ലാവരും എന്താണ്, ഞാനൊരു ബിരിയാണി വെച്ചുകൊണ്ട് ചുറ്റുള്ള എല്ലാവരും മരിക്കേണ്ട ഒരു അവസ്ഥ വരും. എന്നിട്ട് അങ്ങനെ പറഞ്ഞ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടില് ഗ്യാസ് ഇല്ലാത്തൊരു വീട് പറഞ്ഞു തരാൻ പറ്റുമോ? പൊട്ടിത്തെറിക്കില്ലേ അല്ലേ? ജിയോ എന്ന് പറയുന്നത് വലിയൊരു എക്സാമ്പിൾ അല്ലേ? ജിയോ എന്ന് പറയുന്ന സംഭവം ലോകത്ത് വന്നപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരാള് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഈ പറഞ്ഞ നമ്മൾ പോലും കട്ടക്ക് നെഗറ്റീവ് പറഞ്ഞല്ലേ. അംബാനിക്ക് ആധാർ കാർഡ് വാങ്ങിച്ചിട്ട് എന്ത് പരിപാടി? ഞാൻ പോലും പേഴ്സണലി കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ 6 മാസം കഴിഞ്ഞ ജിയോ ഞാൻ എടുക്കുന്നത്. കാരണം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഫ്രീ ആയിട്ടുള്ള ആൾ ഇന്റർനെറ്റ് കൊടുക്കും. നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നു 300-400 രൂപ ഒരു മാസത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആള് പറയുന്നത് ഫ്രീ ആയിട്ട് എടുത്തോന്ന് പറഞ്ഞു. അതും 4G 5G ആ സമയത്ത് എന്താണ് ആ സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എടുത്തത്? നമ്മൾ ഏറ്റെടുത്തോ? ഇല്ല. പക്ഷെ ആ ഇൻഡസ്ട്രിന്ന് ഭരിക്കുന്ന ആരാ? ജിയോ. ഓയിൽ എന്ന് പറയുന്ന സാധനത്തിന് തിരിച്ചിട്ടതാണ് ജിയോ. ആ രീതിയിലേക്ക് ആള് മാറ്റി. അപ്പൊ ആ രീതിയിൽ അതാണ് ഞാൻ പറയുന്നത്, അത് ഒരു വിഷനാണ്. ആള് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മൾ പറയുന്നത്, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മാറ്റാണ്. ഓയിൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലാണ് ഈ പറയുന്ന ആളെന്ത് ഇതിന് ബില്യണേഴ്സ് ആയിട്ടുള്ളത്. പക്ഷെ ആൾക്ക് പോലും തോന്നി ഇതല്ല എന്റെ, മാറ്റി ചിന്തിച്ചു ഇന്റർനെറ്റ്. അപ്പൊ ആള് പോലും ടോക്കൺ ഇറക്കാൻ വേണ്ടി പോണു. ബ്ലോക്ക് ചെയിൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ജിയോ എന്ന് പറഞ്ഞ ടോക്കൺ ഇറങ്ങാൻ വേണ്ടി പോവാണ്, ജിയോ എന്ന് പറഞ്ഞ കോയിൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോ അവരൊക്കെ അത് ചിന്തിച്ച് തുടങ്ങി ഓൾറെഡി. ഇന്ന് ഓൾറെഡി നമ്മളെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, തെലങ്കാന സ്റ്റേറ്റ് ആയിരുന്നു നമ്മളെ ബ്ലോക്ക് ചെയിൻ ഫേസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ റീസെന്റ് വളരെ പ്രൗഡാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. അതാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ്, ഇത്രയും ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെ CM ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, PSC എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെയുള്ള എല്ലാവിധ റിയൽ എസ്റ്റേറ്റ് മേഖലകൾ, അതായത് നമ്മുടെ വസ്തു ഇടപാടുകളിലേക്ക് ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കേരള സർക്കാരും ഷവാഫ് അല്ല പറയണത്, CM ഒന്ന് പറയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഓൾറെഡി ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. കാര്യം അത് അവരൊക്കെ അതിലൊരു ബാക്കിൽ സ്റ്റഡി. കാരണം ഇത് ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എവിടെയൊക്കെ മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്നോ അവിടെയൊക്കെ ബ്ലോക്ക് ചെയിൻ ഒരു ഇൻഡസ്ട്രി കയറി വിടും. എന്തുകൊണ്ടാണ്? കൂടുതൽ ട്രസ്റ്റ്, ട്രാൻസ്പെറൻസി ആണ്. കാരണം ആൾക്കും ആൾക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സംഭവം കയറി വരുന്നതോടുകൂടി എന്താണ്, ആളുകൾ എന്താണ്, എല്ലാവരും ട്രസ്റ്റഡ് ആയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈവൻ ഒരു ഫണ്ട് ഇടപാട് മാത്രമല്ല ഞാൻ പറയുന്നത്, അഗ്രിമെന്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ. PSC എന്ന് പറയുന്ന മേഖലയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടത്തപ്പെടുന്നത്. അത് ബ്ലോക്ക് ചെയിനിലെ കാര്യം ആർക്കും കൈയടത്താൻ പറ്റില്ല. ഒരാൾക്ക് പോലും എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച് ഒരാൾക്ക് പോലും കയറ്റാൻ പറ്റില്ല. പുറത്തേക്ക് ഒരു ജോലി നമുക്ക് വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. പിന്നെയാണ് മെഡിക്കൽ രംഗത്ത് വരുന്നത്. എൻ്റെ നിങ്ങളുടെയൊക്കെ ഡാറ്റ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളിൽ അതെങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഇൻക്രീസ് ആയിട്ടും ഡിഗ്രീസ് ആയിട്ടും കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സാധനം ബ്ലോക്ക് ചെയിനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനികൾ, നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ, ഒരുപാട് ആൾ കമ്പനി ഇല്ലാണ്ടാവും. അപ്പൊ അതെന്താണ്, ഇത് ആളുകൾ ഗ്രാജുവലി അറിയും. അപ്പൊ എവിടെയും പോയി പഠിക്കണ്ട. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെ വാട്സപ്പ് പഠിച്ചു, ഏതെങ്കിലും ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും കിതാബിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെന്താണ് ഗ്രാജുവലി പഠിച്ചതാണ്. ഇന്നും നമ്മൾ ഒരു അപ്ഡേറ്റ് വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യാറില്ലേ, ഇൻസ്റ്റർ അപ്ഡേറ്റ് ഇല്ലേ, ഫോൺ അപ്ഡേറ്റ് ഇല്ലേ? എന്തുകൊണ്ടാണ്? അത് എപ്പോഴും അപ്ഡേറ്റ് വേണം. ഇതുപോലെ നമ്മൾ മനുഷ്യനും അപ്ഡേറ്റ് ആയാൽ പുതിയൊരു ടെക്നോളജി നമുക്ക് പഠിക്കാൻ നമ്മൾ ഓപ്പൺ ആയാൽ മതി. ഒരു ഓപ്പൺ മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യം ഈ ലോകത്ത് പഠിക്കാൻ പറ്റും. ടെക്നോളജി കണ്ട് നമ്മൾ പേടിച്ച് നിൽക്കരുത്. ഈ ഇപ്പോഴത്തെ ജനറേഷൻ പറയണത്, നമ്മൾ ഇപ്പോൾ ഒരുപാട് ആൾ പറയാണ് സാർ AI അല്ല അതുപോലെ തന്നെ ടെക്നോളജി വന്ന ഒരുപാട് ആൾ ജോലി പോയില്ലേ. ജോലി പോവുകയല്ല ചെയ്യുക. ആ AI ടൂൾ ഉപയോഗിക്കുന്ന ആ AI പഠിച്ചാൽ ഒരുപാട് ആൾക്ക് ജോലിയോട് കിട്ടും. അതാരും നോക്കുന്നില്ല. കാരണം ഒരു ഡിസൈനർ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരാളുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ആള് 1 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന സാധനം 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ആ പ്രോംപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് പഠിച്ചാൽ പോരെ. അങ്ങനെ എല്ലാ മേഖലയിലേക്കും ടെക്നോളജി യൂസ് ചെയ്യാൻ, പ്രോംപ്റ്റ് യൂസ് ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ പോരെ. എന്തിനാണ് ആ പഴയകാല സിസ്റ്റം ചിന്തിക്കുന്നത്? പുതിയ കാലത്തേക്ക് ചിന്തിക്കുക. സോ പുതിയ ഒരു മേഖല, പുതിയൊരു കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ യൂട്യൂബർ എന്ന് പറയുന്നത് പുതിയൊരു ശൈലിയല്ലേ, പുതിയൊരു വരുമാനം. എത്ര കുടുംബങ്ങളാണ് ജീവിക്കണത്? ഒരു 20 വർഷം മുമ്പ് ആയ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കുമോ? എന്താ ജോലി നോക്കൂലേ? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ആൾക്കാരുടെ അടുത്ത് എന്താ നിങ്ങൾ എന്താണെന്നുള്ളത് എന്താ പറയാ? വെയിറ്റ് ചെയ്യും, ഒരു 5-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സുലഭമാവും ടെക്നോപ്രണേഴ്സ്. ഇന്ന് ഞാനെന്ന് വന്ന വ്യക്തിയാണെങ്കിൽ യൂട്യൂബർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ടെക്നോപ്രണർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിലാവട്ടെ. വെൽക്കം. അതെ, അത് സത്യമാണ്. ലൈക്ക് ഇപ്പൊ ത്രെഡ്സ് ഉണ്ട് ആക്ച്വലി, പക്ഷെ ഞാനൊന്ന് ആക്റ്റീവ് അല്ല. കാരണം നമ്മളിപ്പോ യൂസ് എന്താ ചെയ്യും, ഇപ്പൊ അതിൽ ഒരു ഭംഗിയില്ല, നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, വാട്സപ്പ് ഉണ്ട്. ഇപ്പൊ വൺസ് ഇപ്പൊ ത്രെഡ്സ് ഇപ്പൊ വൈറലായെങ്കിൽ ഞാൻ പഠിക്കും. പിന്നെ തീർച്ചയായിട്ടും അവിടെയാണ് ട്രെൻഡിങ്, അവിടെ പഠിക്കുന്നത്. അതെ, അയ്യോ ഇവിടെ എല്ലാവർക്കും അപ്പൊ നേരത്തെ ജോയിൻ ചെയ്തവരായിരിക്കും അവിടെ സ്റ്റാർസ് അല്ലെ. ഇൻസ്റ്റാഗ്രാം അതെ അതെ അതെ. അപ്പൊ നമ്മൾ എന്താ പുച്ഛിച്ചോ അല്ലെങ്കിൽ ഇതെന്താണ്, പക്ഷെ പിന്നീട് അത് അങ്ങനെ ട്രെൻഡ് ആയപ്പോ നമ്മൾ പോലും പുച്ഛിച്ചവര് വരെ ഇടാൻ തുടങ്ങി. അപ്പൊ തുടക്കത്തിൽ വന്നവരാണ് അവിടെ ഇപ്പോഴും രാജാവിനെ പോലെ അല്ലേ. ഇപ്പോഴും ഏത് ഓപ്പർച്യൂണിറ്റീസും അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഇൻസ്റ്റ ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, തുടക്കത്തിൽ കുറച്ച് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിന് ഡെഡിക്കേഷൻ ചെയ്ത് അതിനൊരു എന്താ പറയുക കൺസിസ്റ്റൻസി നിലനിർത്തി നിൽക്കുകയാണെങ്കിൽ അതിൽ സക്സസ്ഫുൾ ആയ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ മേഖലയും ഇനീഷ്യൽ സ്റ്റേജിൽ റിസ്ക് ഉണ്ടാവും, റിസ്ക് എലമെന്റുകൾ ഉണ്ടാവും. അംബാനി ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്, ഒരുപാട് റിസ്ക് എലമെന്റുകൾ ഉണ്ടായി. പക്ഷെ ഇന്ന് ആ ഇൻഡസ്ട്രി ഭരിക്കുന്നത് ആളാണ്. പിന്നെ ഐഡിയ എന്ന് പറയുന്ന വോഡാഫോൺ എന്ന് പറയുന്ന സാധനം ഒന്നായി, ഒരുപാട് ഈ പറയുന്ന എയർസെൽ പോലത്തെ കമ്പനികൾ ഇല്ലാണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം വരുമ്പോൾ പല ആളുകൾ ഇല്ലാണ്ടാവും. കാരണം അവർ അപ്ഡേറ്റഡ് അല്ല. നോക്കിയ എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു, നോക്കിയിട്ട് പോലും കാണുന്നില്ല. വൈ അവർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ആ ആൻഡ്രോയിഡ് എന്ന ടെക്നോളജി അവർ ഏറ്റെടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് സാംസങ് ഏറ്റെടുത്തു. അന്ന് ഏറ്റവും ബിലോ ഒരു നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു ഈ പറയുന്ന സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇന്ന് സാംസങ് ആണ് ആപ്പിളിന് പോലും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത്. വൈ?
അവർ ആ സമയത്ത് എന്തുകൊണ്ട് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ടെക്നോളജി ഏറ്റെടുത്തു. അതെ 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 ഓക്കെ. ഈ ഇപ്പൊ ഈ ഷഫാഫിന് എന്തോരം ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ടെക് എന്തോസിയാസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റേബിൾ, ഇപ്പം എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, എന്തോരം റിസ്ക് ലൈഫിൽ എടുത്തിട്ടുണ്ട്, ലൈക്ക് എന്താ പറയാ, അത്രയും റിസ്ക് എടുത്ത ഒരു വ്യക്തിയാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ്. 20,000 മെമ്പേഴ്സിന്റെ റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോ കറന്റ്ലി അല്ല, ഇതിന് മുന്നേ ഇതൊരു 20,000 ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് മേടിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് വെരി അതെ അതെ ഈസി. അതെ നമുക്ക് എന്താ പറയാ, പണം കൊടുത്ത് പലതും മേടിക്കെങ്കിൽ അതെ ഒരാളുടെ വിശ്വാസം, അല്ലെങ്കിൽ അതിപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്പെഷ്യലി ഒരാളുടെ വിശ്വാസം മേടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഈസി അല്ല, അതെ അല്ലേ? തീർച്ചയായിട്ടും അപ്പൊ അതിന് മുന്നിലുള്ള എന്തൊക്കെയാണ്, എത്ര ഇപ്പം വീട്ടുകാരെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ മോനെ നീ ഇത്രയും റിസ്ക് ഒക്കെ എടുക്കണോ ജീവിതത്തില്, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്താ ഞാൻ പോരെന്ന്? 2021 എനിക്ക് തോന്നുന്നു ആ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ട്. ഞാൻ അന്ന് ഓക്കെ ജാഗ്വർ XF കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ആ സമയത്ത്. ആ ആ അന്ന് എനിക്ക് 24-25 വയസ്സാണ്. ഓക്കെ ആ സമയത്ത് റെഡി പേയ്മെന്റ് കൊടുത്തിട്ടാണ് ആ കാർ ഞാൻ വാങ്ങിക്കണത്. ആ ഓ കാർ ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോവാണ്. എൻ്റെ ഓക്കെ ഉമ്മാൻ്റെ അടുത്ത്, എൻ്റെ ഉപ്പയാണ് ആ വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ എനിക്ക് ജാഗ്വർ കിട്ടി. അന്ന് എൻ്റെ BMW ബൈക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഓക്കെ 310 GS എന്ന് പറയുന്നൊരു ബൈക്ക്. അതും വാങ്ങിച്ചു. ഓക്കെ അത്യാവശ്യം പൈസയായി. ഓക്കെ എനിക്ക് നിനക്ക് പണിക്ക് പോയിക്കൂടെ? സീരിയസ്ലി. ഈശ്വര, ജാഗ്വാറും ഓ BMW എല്ലാം മേടിച്ചിട്ട് ഉമ്മ വെച്ചു, പാവട്ടോ. അല്ലേ ഓക്കെ നമ്മൾ KGF-ലെ ഉമ്മയൊന്നല്ല, അമ്മയൊന്നല്ല നമ്മുടെ ഉമ്മ. ഓക്കെ ഓക്കെ എല്ലാവിധ നെഗറ്റീവുകളും എല്ലാവിധ റിസ്ക് എലമെന്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ അവരൊക്കെ ആ ഒരു കാഴ്ചപ്പാട് ചിന്തിക്കുന്ന ആൾക്കാർ, അവരൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കളിയാക്കി പറയണതല്ല. അതെ ഇറ്റ്സ് എ മനസ്സിലായി. ഫാക്ട്. അവിടെ അതെ നിന്നാണ് അതെ ഷവാഫ് എന്ന് പറയുന്ന ഒരു ടെക്നോപ്രഡർ വരുന്നത്. ഓക്കെ ആ ഒരു ബോട്ടം എന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ അപ്പോൾ അങ്ങനെ സമയത്ത് ഒരുപാട് റിസ്ക് എലമെന്റുകൾ ഉണ്ടാവും. എനിക്ക് വിരലെണ്ണ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഓക്കെ ഞാൻ ഇന്ന് എനിക്ക് റീത്തിങ്ങിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരുപാട് ഓർമ്മകളിൽ ഒരു ഓർമ്മയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ ഇങ്ങനെ ഓക്കെ ഒരുപാട് ഇതുകളുണ്ട്, സിംറ്റംസുകൾ എനിക്കുണ്ട്, റിസ്ക് ഓക്കെ എലമെന്റ്സുകൾ തന്നെയാണ്. അത് ഞാൻ ഓക്കെ പറഞ്ഞല്ലോ, ഏത് ഇൻഡസ്ട്രിയും ഫസ്റ്റ് ഏറ്റെടുക്കുമ്പോൾ 100% റിസ്ക് ഉണ്ടാവും. ആ റിസ്കിനെ മാറ്റുന്നത് അതിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ്. അതെ അതെ അതെ. ഇപ്പം ഞാൻ ഇപ്പൊ ഒരുപാട് എംപ്ലോയീസ് ഇപ്പൊ ഓൺടർപ്രണേഴ്സ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ട് ഇതുപോലെ വെറൈറ്റി, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ ഭരിക്കാൻ പോകുന്ന ഇതുപോലത്തെ ബിസിനസ്സിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ അവരെ ഏറ്റവും ആദ്യം മാറ്റി വെക്കേണ്ടതും അവരെ ഏറ്റവും ആദ്യം കൊണ്ടുവരേണ്ടത് സാധനം എന്താണ് മനസ്സിലേക്ക്? അത് ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉം, പുതുതായിട്ട് അവിടെ സംസാരിക്കാനോ ഉം, ഒരു കാര്യങ്ങൾ സംസാരിച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനോ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ആളുകൾ. ഞാൻ കൂടുതൽ എനിക്ക് ഓക്കെ എൻ്റെ ഒരു കൂടുതൽ എനിക്ക് ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് ഓക്കെ ഈ ഒരു പ്രസന്റേഷന് വേണ്ടി ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട്. ഓക്കെ അവരൊക്കെ പറയുന്നത്, ബായ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം ബായ്, പക്ഷെ എനിക്ക് ഒരാളുടെ അടുത്ത് ഇത് പറയാനോ ഇതാനോ പറ്റില്ല എന്ന് പറയും. ഓക്കെ നമ്മൾ ആദ്യം മാറ്റേണ്ടതാണ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചാൽ ഓക്കെ അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഫേസിൽ കാണുന്ന ആ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കേട്ടുകയാണ്, അല്ലെങ്കിൽ ഇത് അതെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോട് നോക്കും. അതെ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തണം. ഓക്കെ ഓക്കെ അതൊരു സംഭവം. കാരണം നമ്മൾ പഠിക്കും, നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾ കേട്ടിരിക്കുക, പൊട്ടത്തെറ്റായിക്കോട്ടെ, പൊട്ടത്തെറ്റായിക്കോട്ടെ, പക്ഷെ അത് കേട്ടിരിക്കുക അതൊരു സംഭവമാണ്. അതാണ് ഏറ്റവും ആദ്യം അതെ, അതാണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ മാറ്റേണ്ട. ഒരുപാട് ആളുകൾ ഹൈ പ്രൊഫൈൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 അഡ്വക്കേറ്റ്സുകളുണ്ട്, ഓക്കെ ഒരുപാട് മേഖല നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ അപ്പോൾ അവരൊക്കെ നിൽക്കുന്ന അവരൊക്കെ പറയണമെന്ന് വെച്ചാൽ, സാർ ബായ് എനിക്കത് ഒരു ചടപ്പാണ്, അല്ലെങ്കിൽ എനിക്കതൊരു ക്ലീഷേ പോലെ തോന്നുന്നു. ഓക്കെ അത് നിങ്ങൾ മാറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ അതാണ് അതാണ് ഏറ്റവും ബിഗിനിങ് ലെവലിൽ മാറ്റേണ്ടത്, ഓക്കെ ഓക്കെ എൻ്റെ പെർസ്പെക്റ്റീവ് ആട്ടോ. ഓക്കെ. ആൻഡ് ബിഗിനിങ് കഴിഞ്ഞിട്ട് എന്താ മാറ്റേണ്ടത് അവര്? പിന്നെ അവർ മാറ്റേണ്ടത്, അവർ മെയിൻ്റെ ഫിനാൻഷ്യലാണ് പഠിക്കേണ്ടത്. നമ്മളുടെ ഓക്കെ നിന്ന് ഒരുപാട് ഏർണിങ്സുകൾ കിട്ടുന്നൊരു മേഖലയാണ്. ഓക്കെ കാരണം ഓക്കെ ഒരുപാട് നമ്മൾ ഇപ്പോൾ 1,00,000 രൂപ മാസം ഏൺ ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി വരുന്ന ആളെ സംബന്ധിച്ച് 1,00,000 ഡെയിലി ഏൺ ചെയ്യും. ഓക്കെ അപ്പോൾ ആ സമയത്ത് അവർ പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ കൺട്രോളാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ നമുക്ക് ഒരു സിലബസിലും കിട്ടാത്തൊരു സാധനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ നമുക്കൊരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് നമ്മളെ ചാരിറ്റിയിലേക്കും ഇത്ര പെർസെൻറ്റേജ് നമ്മളെ ബൈ ഫ്യൂച്ചറിലേക്ക് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിലേക്ക് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ കുറച്ച് എമൗണ്ട് സേവിങ്സ് വെക്കുക. നമ്മളെ ഓക്കെ പാരൻസിന് ഓക്കെ ഇതിനൊക്കെ കൊടുക്കുന്ന ആ ഒരു പെർസെൻറ്റേജുകളുണ്ട് ഓക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന. ഈ സാധനങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ല ഓക്കെ 1,00,000 രൂപ വന്നു, നാളുകൾ എനിക്ക് ഇനിയും വരും, നോ. അങ്ങനെയില്ല. ഓക്കെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത് വളരെ പഠിക്കണം. ഇമ്പോർട്ടന്റ് അതാണ് ആണ്. ഒരുപാട് ആളുകൾ ഇതിൽ പോയിട്ടുള്ളത്. പ്രശ്നം അതാണ്. ഓക്കെ വൾണറബിളായിട്ട്
ലാവിഷ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ഓക്കെ. ഷഫാഫിന്റെ ലൈഫ് എങ്ങനെയാണ്? ഭയങ്കര ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്ന നിങ്ങൾക്ക് കൂട്ടത്തിലാണ്? തോന്നുന്നുണ്ടോ ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞതാണ്, ഇതൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്? ഞാൻ ഇങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ലാവിഷ് ആയിട്ട്. ആ, 200 ലക്ഷം വരും, 400 ലക്ഷം വരും, മറ്റന്നാള് ഓക്കെ. ഇതിങ്ങനെ ജീവിക്കാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇത് ഒരു ദിവസം നിൽക്കും, ഓക്കെ. അപ്പം ഷവാഫും നിൽക്കരുത്. ഓക്കെ. ഓക്കെ. ക്യാഷ് നിന്നാലും ഓടിക്കുന്ന ഒരു സാധനം വരണം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഓക്കെ. കാരണം നമ്മൾ പഠിച്ചത് നമ്മൾ എവിടെയും ബുക്ക് നോക്കിയിട്ടും ചാറ്റ് നോക്കിയിട്ട് പറയുന്നതല്ല, എൻ്റെ ലൈഫാണ് ഞാൻ പറയണത്. ഓക്കെ. നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് ആളെടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ സ്പാർക്കും കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഓക്കെ. അതുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരുപാട് ലൂസസ് സംഭവിച്ച ഒരാളാണ്. പൈസയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിശ്വസിച്ച് പൈസയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് അടി കിട്ടിയ ഒരാളാണ് നമ്മൾ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നമ്മൾ, ഞാനും പറയുന്നത് എൻ്റെ സെൽഫിനോട് ഞാൻ പറയാണ്, ഇനിയെങ്കിലും പഠിക്കണം. പഠിക്കണേ. ആ. ഇതുവരെ പഠിച്ചില്ല. പഠിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബിഗിനർ, എല്ലാം കൊണ്ടും ബിഗിനറാണ്. എല്ലാം ഉത്തമമായിട്ടുള്ള ഒരാളല്ല ഞാൻ. ഓക്കെ. ഓക്കെ. നമ്മളിപ്പോഴും പക്ഷെ പണ്ടെന്നേക്കാട്ടി ഒരുപാട് ഫാർ ബെറ്റർ ആണ് ഇപ്പോൾ. ഓക്കെ. ഓക്കെ. ഇപ്പൊ മണി മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ 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 ബ്ലോക്ക് ചെയിനെ സംബന്ധിച്ചുള്ള ഡെയിലി നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്, മന്ത്ലി അല്ല അല്ലേ? അപ്പൊ ഈ ഷഫാഫ് ഇപ്പൊ എങ്ങനെയാ ഷഫാഫിന്റെ ഒരു മാനേജ്മെന്റ്, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ, അല്ലെങ്കിൽ എന്തൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഷഫാഫിന്റെ ഒരു മാനേജ്മെന്റ് സ്കില്ലൊന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എനിക്ക്. അത്ര വലിയ മാനേജ്മെന്റ് സ്കില്ലൊന്നും എത്തി. ഞാനൊരു ചുരുക്കൊരു മാത്രമേ പറഞ്ഞുള്ളൂ. ആ, അതിലേക്ക് നമ്മൾ ഓടി എത്തുന്നതേ ഉള്ളൂ. പറയാൻ ഓക്കെ. പറ്റുന്ന രീതിയിലൊന്നും അപ്പൊ അത് സീക്രട്ട് ആണ് Yes, അല്ലേ? secret ഓ, ആണ്. ഓ, ഒന്നും അങ്ങനെ ഒരു കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഏത് കാര്യങ്ങളെന്ന് ഏത് പറഞ്ഞു കൊടുക്കാം. അതെ, കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഷഫാഫിന്റെ ഡയറക്റ്റ് ആയിട്ട് അല്ലെ Yes. കോണ്ടാക്ട് ചെയ്യണം ഒരു എന്നാണ്. കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കൊന്നുമില്ല. ആ. ഇപ്പം ഈ ഭയങ്കരമായിട്ട് നമ്മൾ ഇപ്പൊ ഷഫാഫ് ഇപ്പൊ ടെക് ഇൻഡസ്ട്രിയാസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് പേർക്ക് അന്ന് ഇവനെ ഒന്ന് പരീക്ഷിക്കണം, ഇവന് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനൊക്കെ ഇങ്ങനെ കൗണ്ടർ അടിച്ച് അല്ലെങ്കിൽ തിരിച്ച് അവർക്ക് ഒരു 10 അളക്കാൻ ക്വസ്റ്റ്യൻസ് പറ്റുന്ന ആള്. അളക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനത്തെ ആൾക്കാരൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. ആ, പിന്നെ നമ്മളെ ഓക്കെ. കൂടുതൽ ആൾക്കാർ നമ്മളെ കൂടുതൽ അളക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ. പക്ഷെ അവരൊന്നും അവരെ അളക്കുന്ന കോളിമീറ്റർ ഒന്നും അവിടത്തെ ഇല്ല. നമ്മൾ അളക്കാൻ പറ്റിയ കോളിമീറ്റർ ഒന്നും അവരുടെ ഇല്ല. അതാണ് അതിന്റെ കാര്യം. വായടപ്പിച്ചു, ലാസ്റ്റ് അത്രേ ഉള്ളൂ. വായടപ്പിച്ചു. അതെങ്ങനെ ഇത്രയും കൺട്രോൾ പേഷ്യൻസ് ആയിട്ട്? കാരണം നമ്മളെ കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ. നമ്മൾ ഇതിൽ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ് അവര് നമ്മൾ അളക്കുന്നത്. ഓക്കെ. ആ എത്രത്തോളം ഇതിൽ നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ടോ അതാണ് അവർ നമ്മളെ ചോദിച്ചത്. അപ്പം നമ്മൾ കമ്മിറ്റ്മെന്റ് നമ്മൾ ഇതിൽ 100% ഒറ്റ വിഷൻ, ഒറ്റ ഫോക്കസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതിന് ഒരുവിധ ആളുകളൊക്കെ അതിൽ പോവും. പിന്നെ പോവും. എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. ഓക്കെ. ഫൈൻ. ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യനോട് എത്ര പ്രശസ്തി ഉണ്ടെന്ന് അറിയില്ല, എന്നാലും ചോദിക്കാം, എപ്പോഴെങ്കിലും ഇതൊക്കെ മടുത്ത് ഗിവ് അപ്പ് ചെയ്തിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴും അടുത്ത ഓപ്ഷൻ, ഞാൻ ഒരാണായി പോയില്ല, എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടേ. അപ്പൊ പണി നമുക്ക് പറ്റില്ലല്ലോ. അതെ. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഇനിയിപ്പോ ഒട്ടും പോസിബിൾ അല്ല. എനിക്കെന്നുള്ള മുമ്പേ എനിക്ക് അതെ, പറ്റില്ല. അതെ, അതെ. അപ്പൊ അതിനെ ഞാൻ ഒരു മോശമായിട്ട് പറയുന്ന സംഭവമായിട്ടല്ല. എന്റെ അതെ, അതെ. പെർസ്പെക്റ്റീവിൽ എനിക്കെന്തോ, അല്ലെങ്കിൽ എന്നെ ആർക്കും, അതായത് ഞാൻ നിങ്ങളുടെ അണ്ടറിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. 100% ഉറപ്പാണ്. കാരണം എന്റെ ആറ്റിറ്റ്യൂഡും എന്റെ അങ്ങനെ ആയിരിക്കും ഞാൻ. ഓക്കെ. ഒരിക്കലും എന്നെ എന്താ ഔട്ട് ഓഫ് ബോക്സിലേക്ക് ഞാൻ ഉണ്ടാവുക. ഓക്കെ. ഞാൻ എന്റേതായ രീതിയിൽ സറൗണ്ടിങ്ങിലും എന്റേതായ രീതിയിൽ എന്റേതായ ഐഡിയയിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. ഓക്കെ. എനിക്കത് ഭയങ്കര റിലേറ്റ്. എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ തന്നെ എന്നോട് പറയും, എനിക്കിനി വേറൊരാളുടെ അണ്ടറിൽ പോയി നിൽക്കാൻ ഇടവരുത്തരുതെന്ന് മാത്രമാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നത്. അതിന്റെ ഫ്രീഡം വേറെ തന്നെ. അതെ, അതെ, പൈസ അതെ. കിട്ടിയിട്ടില്ലെങ്കിലും ആ, പ്രാരാബ്ദം ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, അതെ, എല്ലാം ഉണ്ടാവും. അതെ, പക്ഷെ സത്യം, സത്യം. നമ്മളാണ് നമ്മളെ രാജാവ് എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ. നമ്മൾക്ക് 5 പൈസ ഇല്ലെങ്കിലും മൈനസിലേക്ക് പോയിരുന്ന സമയത്തും നമ്മളെ ആറ്റിറ്റ്യൂഡായാലും നമ്മളെ ആ ഒരു ഇതായാലും നമ്മളതിൽ ഒരു കുറവും നമ്മൾ കാണിച്ചിട്ടില്ല. ഓക്കെ. എവിടെയായാലും ഓക്കെ. താണു കൊടുത്തിട്ടില്ല. താന്നും എടുത്തിട്ടില്ല. ഇപ്പം എനിക്കറിയാം ഭയങ്കര തിരക്കാണ്, എപ്പോഴും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ആണെന്നാ. എന്നാലും ഇപ്പം ചിലവരൊക്കെ ഇങ്ങനെ വലിയ വലിയ ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് യോഗ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മോർണിംഗ് ഇങ്ങനെ വർക്കൗട്ട്, അല്ലെങ്കിൽ മോർണിംഗ് എന്നെ തന്നെ ചാർജ് ആക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഷഫാഫിനുണ്ടോ? വർക്കൗട്ട്? യോഗയും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ അതിനേക്കാൾ മുകളിലൊരു സാധനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡാണ്. ഓക്കെ. 5 വക്ത് നിസ്കാരം ഓക്കെ. കൃത്യമായിട്ട് ഇല്ലെങ്കിലും, ഓക്കെ. ഐ മീൻ ഓക്കെ. നിസ്കാരമുണ്ട്, 5 വക്ത് ഓക്കെ. നിസ്കാരമുണ്ട് സമയത്തില്ലെങ്കിലും. ഓക്കെ. ചില സമയത്ത് ട്രാവലിന്റെ സമയത്ത് മാറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ
ശക്തി അല്ലേ? മുകളിലിരിക്കുന്ന ഒരാളാണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയാണ്. 100% ഓക്കെ. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഒരു കളിയില്ലല്ലോ. അതെ അതെ അതെ. നല്ലൊരു ബിലീവറാണ്. ഓക്കെ. ചിലവർക്കൊക്കെ ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, ഇങ്ങനത്തെ ഒരു മേഖല അല്ലെങ്കിൽ ക്രിപ്റ്റോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇതൊക്കെ എതിരല്ലേ, ഇതൊക്കെ തെറ്റാണെന്ന് അറിവില്ലായ്മ കൊണ്ടെങ്കിലും കുറെ പേര് അങ്ങനെ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഷഫാഫ്? ഇത് ഹറാമാണോ ഹലാലാണോ അതെ അതെ അതെ. ചോദിച്ചിട്ടുണ്ട്. മിക്ക എന്നുവെച്ചാൽ കണ്ണൂർ ഉൾഭാഗത്തേക്കാണ് ഷഫാഫിന്റെ വീട്. അപ്പൊ വലിയ ഐഡിയാസ് ഇപ്പോഴും വരുന്നുള്ളായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണ് ഷഫാഫ് പ്രതികരിക്കാതെയാണോ ഇരുന്നത്, അല്ലോ എങ്ങനെയാണ് മാറ്റി പറയാൻ? അവർക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ. അതായത് ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് അവരത് പറയണത്. അപ്പൊ കറക്റ്റായിട്ട് അവർക്ക് ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ക്രിയേറ്റ് ആയി അവർ ഓക്കെയാണ്. എത്രയോ ഉസ്താദുമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് അവരെന്താണ് നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളെല്ലാം നോക്കും. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയ ഒരാളെന്നല്ല ഞാൻ പറയണത്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെ ഓർത്തഡോക്സിൽ എല്ലാം പെർഫെക്റ്റ് ആയ ആളെന്നല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെടിപ്പായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുക. അത് ഒന്നേ ചെയ്യുന്നുള്ളൂ, ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ, കാരണം എല്ലാവർക്കും ജീവിതത്തിൽ സക്സസ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. സക്സസ് ആവുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ സക്സസ് ആയി. ഫെയിലിയർ എന്ന വാക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു വേർഡാണ്. അക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ എന്താണ് ഷഫാഫിൻ്റെ കാഴ്ചപ്പാട്? ഫെയിലിയേഴ്സ് ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ഫെയിലിയർ ആയ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണികൾ കഴിഞ്ഞു. നമ്മളെപ്പോഴും സക്സസിലേക്ക് ഫെയിലർ ആവാനും പറ്റൂല. സക്സസിലേക്ക് എത്താവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംഫർട്ട് സോണിലായിരിക്കും. ഞാൻ ഇന്ന് ഈ മേഖലയിലേക്ക് എല്ലാം തികഞ്ഞവരാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മളെന്താണ്, നമ്മൾ സക്സസിലേക്ക് എത്തണം, എന്നാൽ ഫെയിലിയർ ആവാത്ത രീതിയിലുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ പോയിന്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും നിൽക്കാൻ. സക്സസ് ആയി എന്ന് മറ്റുള്ള പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളെ കാല് വലിയ വലിച്ചണ കുറെ ആളുകൾ നമ്മൾ സക്സസ് ആയിട്ടും ഇല്ല എന്നാൽ ഫെയിലർ ആയിട്ടും ഇല്ല. പക്ഷെ നമ്മളെന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, ബാലൻസ് ആയിട്ട് പോകും. സക്സസ് ആയി നമ്മൾ തന്നെ നമുക്കൊരു മനുഷ്യനാണല്ലോ, എന്തൊക്കെ പറഞ്ഞാൽ ഒരു അഹങ്കാരം ഫീലൊക്കെ വരും. പക്ഷെ ഒരിക്കലും നമ്മൾ സക്സസിലേക്ക് പോകണം. നമ്മളെപ്പോഴും അതാണ് നമ്മൾ ഡ്രീമുകൾ വലുതാക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ട്. അതിലേക്ക് എത്തിക്കാൻ നമ്മൾ അടുത്ത ഇതിലേക്ക് എത്തും. അപ്പൊ നമ്മൾ സക്സസിലേക്ക് എത്തിയിട്ടില്ല, വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ എത്തി നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇങ്ങനെ പഠിങ്ങി പോവാണ്, മരണം വരെ ഉണ്ടാവും. ഇങ്ങനെ ചിന്തിച്ചോണ്ടേ. അതെ അതെ, നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ. അപ്പോൾ ഷഫാഫിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അറിയാൻ പറ്റി എന്താണ് ആക്ച്വലി, കാരണം വലിയ അതെ ബ്ലോക്ക് ചെയിൻ. ഓക്കെ, ഷഫാഫ് എന്ന വ്യക്തിയും ആൻഡ് ബ്ലോക്ക് ചെയിനും. കാരണം ഒരു ഫാന്റസി എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാതെ, അങ്ങനെ ആരെയും മോഹിപ്പിക്കാതെ, കറക്റ്റ് കളർ ക്ലിയർ കട്ടായിട്ടാണ് ഓരോ കാര്യങ്ങൾ. അതെ, ക്രിസ്റ്റൽ ക്ലാരിറ്റി എന്ന് പറയാം. വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് എൻ്റെ ഇതിൽ അല്ലേ, എല്ലാം ഓപ്പൺ ആണ്, ട്രാൻസ്പെറൻസി ആണ്. സോ ലാസ്റ്റ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂത്താണ്. ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് ഏർണിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ സെറ്റിൽഡ് ആവുക, ഫാദർ അച്ഛനമ്മേനെയൊക്കെ നോക്കുക, അല്ലെങ്കിൽ അവർക്ക് മേടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മേടിച്ചു കൊടുക്കുക. നമുക്ക് റീൽസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലോക്ക് ചെയിൻ എന്ന ഇനി ലോകം ഭരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി അടുത്ത ജനറേഷൻ ഭരിക്കാൻ പോകുന്ന ആ സംഭവത്തെ പറ്റി യൂത്തിനോട് എന്താണ് പറയാനുള്ളത്? യൂത്തിനോട് പറയാനുള്ളത് വെച്ചാൽ, യൂത്തിനോട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല ഞാൻ. കാരണം നമ്മളെക്കാട്ടി എത്രയോ കഴിവും കപ്പാസിറ്റിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും എൻ്റെ അഡ്വൈസ് ഒന്നുമല്ല. പക്ഷേ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അത്യാവശ്യം യൂത്തുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളെപ്പോഴും പറയാനുള്ളത് എന്താണ്, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു നാളുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഇന്നുകളുടെ സാധനത്തെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ കാര്യം നമ്മളെന്താണ്, നമ്മൾ ഇന്നത്തെ കാര്യം നമ്മൾ ഇന്നലകൾ കണ്ട സാധനങ്ങളാണ്, അത് നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞു. നാളുകളിൽ എന്താണോ ചെയ്യേണ്ടത്, നാളുകളിൽ എന്താണോ വരുന്നത്, അതിനെക്കുറിച്ച് പക്ക ക്രിസ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക. അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഈവൻ ബ്ലോക്ക് ചെയിൻ എന്നുള്ളതല്ല, ഈ പറയുന്ന ഞാൻ പറഞ്ഞ AI ഉണ്ട്, മെറ്റാവേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ആധികാരികം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ തന്നെയാണ്. പക്ഷെ അവർ എപ്പോഴും മനസ്സിലാക്കേണ്ട, ഞാനൊരു ഞങ്ങളാണെങ്കിൽ ഇപ്പം എനിക്കൊരു അനിയനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്കും നമ്മളെന്താണ് സർക്കാർ ഉദ്യോഗസ്ഥം, അല്ലെങ്കിൽ ഗൾഫ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കട, ഇതല്ലേ. ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വീട്ടിലിരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കണു, ഒരാൾ ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനം ആളുടെ ഒരു ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് വിൽക്കുന്നു,
ഒക്കെയാണ് സോഷ്യൽ മീഡിയ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഇനി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ കാലഘട്ടം, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലകളിലെ ട്രെൻഡായിരുന്നു, ഇന്നത്തെ ട്രെൻഡ് അല്ല അത്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ട്രെൻഡും അല്ല പഠിക്കേണ്ടത്, നാളുകളിൽ ഇനി എന്താണ് വരുന്നത്, ബൈ ഫ്യൂച്ചർ എന്താ വരുന്നത്, അതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവരടുത്ത് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് അവർക്കൊരു എന്ത് ചെയ്യുക, ഒരു മോട്ടിവേറ്റർ ആവുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടൊരു മോട്ടിവേറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. വെരി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഷഫാഫ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം അറിവില്ലാതെ ചോദിക്കുമ്പോഴാണല്ലോ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റുന്നത്. അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതിലും അറിവില്ലാതെ ചോദിക്കുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് യൂത്തിനെ ഇങ്ങനെ എൻഹാൻസ് ചെയ്യാനും എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേര് ഇനി ചിന്തിക്കട്ടെ, കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു മെസ്സേജാണ് ഷഫാഫ് കൊടുത്തത്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നമുക്ക് മീറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.